Superstar Junior, powered by Nirapara, co-presented by Nandanam Sanitaries. Welcome our judges. Vijay Chetta, Sujata Chechi and Stephen Chetta. And നമ്മുടെ star orchestra പുലികൾ. അപ്പോൾ അഞ്ജലി, നമുക്ക് എന്തായാലും ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല ബിക്കോസ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഇപ്പോ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. എത്തി നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ വി ആർ ഗെറ്റിംഗ് റിവ്യൂസ്, ഒരുപാട് ഫീഡ്ബാക്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും ഈവൻ ലൈക്ക് എന്താ എബ്രോഡ് കൺട്രീസിൽ നിന്നും എല്ലാം പല രീതിയിൽ ലൈക്ക് മെസ്സേജസ്, ഇമെയിൽസ്, ലെറ്റേഴ്സ് എല്ലാമായി നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ എസ്പെഷ്യലി കണ്ടസ്റ്റൻസ്, ജഡ്ജസ് എല്ലാമായി വളരെ വളരെ പോസിറ്റീവായ റിവ്യൂസ് ആണ്. A big round of applause for the contestants, judges and everyone. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പക്ഷേ ബിക്കോസ് ക്രിറ്റിസിസം ഇൻ എ ഗുഡ് ഓർ ബാഡ് വേ ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് എന്താ പറയുക ആക്സെപ്റ്റഡ് ആണ്. ഞങ്ങൾ ഡെഫിനറ്റ്ലി വിൽ കീപ് ഇംപ്രൂവിങ് അല്ലേ, ഞങ്ങൾ എസ്പെഷ്യലി വിൽ കീപ് ഇംപ്രൂവിങ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് വന്ന ഒരു ആസ്വാദകയുടെ ഒരു ലെറ്റർ നമ്മളിവിടെ വായിക്കാൻ പോവാണ്. ഷീ ഹാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എന്താ പറയുക ക്രിറ്റിസിസം ഫോർ us. സോ വിൽ സീ വാട്ട് ഇറ്റ് ഇസ്. അതിൻ്റെ ചെറിയ ഒരു ഭാഗം ഞങ്ങൾ വായിക്കാം. സോ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അമൃത ടി വിയിലെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഒരു സ്ഥിരം ആസ്വാദകയാണ്. കുരുന്ന് പ്രതിഭകളുടെ കലാപരമായ കഴിവുകൾ കണ്ട് ഞാൻ മിക്കപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. സംഗീത അഭിരുചിയുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. എന്നാൽ ഈ പരിപാടികളുടെ നടത്തിപ്പിനെ കുറിച്ച് എനിക്ക് പരാതിയുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർക്കാണുള്ളത്, പ്രൊഡ്യൂസർക്കാവാനാണ് സാധ്യത. ഇതിന്റെ വിധികർത്താക്കളുടെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചാണ് എന്റെ ആക്ഷേപം. പ്രൊഡ്യൂസർക്കല്ല, ഞങ്ങൾക്കാണത്. ഇത് നിങ്ങൾക്ക് മാത്രമാണ്. എന്താണ് പരാതി? ഇതിൽ സുജാത ഒഴിച്ച് മറ്റു 2 ജഡ്ജിമാരും മത്സരക്കാരായ ആൺകുട്ടികളെ എടാ പോടാ നീ എന്നെല്ലാം വിളിക്കുന്ന ഈ പരിപാടിക്ക് ഇടയിൽ കേൾക്കാറുണ്ട്. നമ്മൾ അനുജന്മാരെയോ മറ്റു ഇളം വയസ്സുകാരെയോ എടാ പോടാ വിളിക്കാറുണ്ട്. അത് പ്രൈവറ്റായ കാര്യമാണ്. ഇതൊരു ചെറിയ വിഷയമായി കണക്കാക്കാതെ സ്ഥിര നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അവരെ സ്വന്തം അനിയന്മാര് ഒരു കുടുംബം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ അവരെ വിളിക്കുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഫാമിലി റിലേഷൻ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഷോ ഞങ്ങൾ കൊണ്ടുവന്ന് അത്രേ ഉള്ളൂ. ഐ തിങ്ക് ഓഡിയൻസിന്റെ അങ്ങനത്തെ ഒരു അഭിപ്രായം ഇറ്റ്സ് നൈസ്. ഞങ്ങൾക്കത് ഞങ്ങളുടെ അറ്റൻഷന് കൊണ്ടുവന്ന താങ്ക് യു ഫോർ ദാറ്റ്. ബട്ട് നിങ്ങൾ കാണാത്ത കുറേ ഞങ്ങൾ അടിപിടികൾസ് ഒക്കെ എന്താണ്, ഞങ്ങൾ അവരുമായിട്ടുള്ള കുറേ കുസൃതികൾ, നിങ്ങൾ കാണാത്ത കുറേ കുസൃതികളും ഇവിടെ ഞങ്ങൾ കുറേ കാണിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ആ ഒരു റാപ്പോ, ആ ഒരു റിലേഷൻഷിപ്പ്. സോ ദാറ്റ്സ് ഓക്കെ. അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വേറൊരു രീതിയിൽ എന്താണ് കൊച്ചാക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു യൂസേജ് അല്ല അത്. I hope you all understand that. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് അതെ, നിങ്ങൾക്ക് അറിയാൻ പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. വി ആർ ടേക്കിംഗ് അത് നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു. നമ്മുടെ പരമാവധി ചെയ്യും. അവർക്ക് അത് കുഴപ്പമില്ല. എന്നാൽ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു കാര്യം കൂടി പറയാം. ബിക്കോസ് ഇതിൽ എഴുതിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ എന്താ അനിയന്മാരൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ഒരുപാട് പ്രൈവറ്റ് മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് അവരെല്ലാം നമ്മുടെ അനിയന്മാരാണ് എന്നുള്ളത് തന്നെയാണ് അവരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫ്രം ദ ഹാർട്ട് വിളിക്കുന്നത്. സോ ഇതിൽ ഒരു തരത്തിലുള്ള അഭിനയമോ ഒന്നുമില്ല. പ്രത്യേകിച്ച് എടുത്ത് മോനേനൊക്കെ വിളിച്ച് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ ട്രൂ ഫ്രം ദ ഹാർട്ട് ഫ്രം ദ ജഡ്ജസ്. അതുകൊണ്ടാണ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. Exactly. Yes. It's reality. It's reality and it's a real show. So ഇത്തരത്തിലുള്ള കമന്റ്സ് എന്തായാലും ഞങ്ങൾ ഇതേപോലെ വെൽക്കം ചെയ്യാണ്. എനി ക്രിറ്റിസിസം വിൽ ടേക്ക്. പുതിയൊരു വേറെ കത്ത് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമൃത ടി വി അറിയുവാൻ വേണ്ടി. ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം നല്ലതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിൻ്റെ 2 കോമ്പയറായ അതിലെ ആൺകുട്ടിയായ രജിത്തിനെ ഒരു പാട്ട് പാടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭയങ്കര കത്താണുള്ളത്. ആരാ ദേവത? ഉഗാണ്ടയിൽ നിന്നും ഗുണശേഖരൻ. ആ ഉഗാണ്ടയിൽ നിന്ന് ഗുണശേഖരൻ എന്തുകൊണ്ട് കേരളം വിട്ട് ഉഗാണ്ടയിൽ പോയി? അല്ല ഗുണശേഖരൻ എന്തുകൊണ്ട് കേരളം വിട്ട് ഉഗാണ്ടയിൽ എത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള കമന്റ്സ്. ഞാനും പേരൊക്കെ മാറ്റേണ്ടിയിരിക്കും തോന്നുന്നുണ്ട്.
ഉഗാണ്ടയിൽ പോകാൻ തൽക്കാലം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പാടുന്നതായിരിക്കും. ഇത് ഒരു കത്തൊന്നുമല്ല, ഞാനിതൊരു പെട്ടെന്ന് ഒരു കമ്പോസ് ചെയ്താണ്. കത്തുകളൊക്കെ അവിടെ വായിച്ചു. ഞങ്ങൾക്ക് രഞ്ജിത്തിന്റെ ഒരു പാട്ട് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് കേട്ടോ. ശരിക്കും യഥാർത്ഥത്തിൽ ഉഗാണ്ടയിൽ ഒരു ഗുണശേഖരൻ ഉണ്ടെങ്കിൽ ഒന്നും നോക്കരുത്, സ്റ്റീഫൻ ചേട്ടന് കത്ത് എഴുതണം. അപ്പൊ ഈ ആഗ്രഹം അത് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു. ഉടനെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതെ, എന്തായാലും ഒരു ദിവസം ഞങ്ങൾ പാടുന്നതായിരിക്കും. വെരി നൈസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്തരത്തിലുള്ള നല്ല കത്തുകൾ എഴുതുക. ഇത്തരത്തിലുള്ള എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്താണെങ്കിലും ക്രിറ്റിസിസം വിൽ ബി അക്സെപ്റ്റഡ് ഹിയർ. On that note, നമുക്ക് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീലക്ഷ്മി. ഓക്കെ ആണോ? എല്ലാം ക്ലീൻ ചെയ്തോ? ഇല്ല, വരുമ്പോ അത് കണ്ടേ സ്റ്റെപ്പ് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആക്കിട്ടാ വന്നേ. ഇതെന്തത് ഇപ്പോഴും ശരിയായിട്ടില്ല. ഞങ്ങൾ പിടിച്ചു തരണോ ശ്രീലക്ഷ്മി? ഞാൻ ചവിട്ടിയോന്ന്. ഇനി എപ്പോഴും ശ്രീലക്ഷ്മിയുടെ മിക്ക ഡ്രസ്സുകളും ഇങ്ങനെ താഴെ ക്ലീൻ ചെയ്ത് വരുന്ന ഡ്രസ്സുകളാണ്. അമ്മയാണോ എന്റെ ആള്? ആണോ? അമ്മയ്ക്ക് ഇഷ്ടമാണോ ഇങ്ങനത്തെ? അമ്മയാണോ ആള്? സംഭവം നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വീഴരുത്. ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കടിച്ചു വന്നാൽ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നാൽ മതി. അതെ, ഓക്കെ. ചേച്ചി പറഞ്ഞ നല്ല രീതിയിൽ ഇങ്ങനെ ഡ്രസ് ഒക്കെ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ അതെ, നമ്മളിവിടെ ബ്യൂട്ടി ടിപ്സ് വരായി തുടങ്ങി. ഓക്കെ, അപ്പൊ ക്വാർട്ടർ ഫൈനൽസിൽ ബാക്കി എത്ര റൗണ്ട്സ് നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ബാക്കിയുള്ള റൗണ്ട്സിൽ കണ്ടില്ലേ? ഏത് റൗണ്ടാ മോള് ചൂസ് ചെയ്യാനേ? മദേഴ്സ് ചോയ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അമ്മോട് ചോദിക്കാം. ഓക്കെ, അമ്മ പറയൂ. സ്വപ്നം എന്ന ഫിലിമിലെ ജാനകിയമ്മ പാടിയ ശാരിക എന്ന ഫിലിം അല്ലെ ഒരു പാട്ട്. ഓക്കെ, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പണ്ടത്തെ സോങ് ആണ്. എന്താണ് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് ജാനകിയമ്മയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷെ അതില് ഒരു 10 പാട്ടുകൾ തന്നെ ഭയങ്കര ഫേവറേറ്റാ. കുറെ ഞാൻ അവളെ പാടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു പാട്ടാ. അത്ര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ നന്നായി പാടണം. അതെ, ഇല്ലേ? അപ്പൊ അമ്മയോട് മദേഴ്സ് ചോയ്സിന്റെ ഒരു കാര്യത്തിൽ പറയാം. അമ്മ ഞാൻ അടുത്ത വർഷം വരുമ്പോ ഡ്രസ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ, അല്ല അത് മദേഴ്സ് ചോയ്സ് ആയിട്ട് പറഞ്ഞു മാത്രം അല്ലേ? തീർച്ചയായും അത്രേ ഉള്ളൂ. അല്ല പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് കംപ്ലീറ്റ് ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ടൊക്കെ വിടുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അമ്മയുടെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ നമുക്കറിയാം ശ്രീലക്ഷ്മി എന്തായാലും ഭയങ്കര കോൺഫിഡന്റ് നന്നായിട്ട് പാടുന്നു പറഞ്ഞു അല്ലേ? അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
ശ്രീലക്ഷ്മി ചേച്ചി ഭയങ്കര ഭംഗിയായിട്ട് പാടിട്ടോ. ഭയങ്കര രസമായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ. സീരിയസ്ലി നല്ല പാട്ടായിരുന്നു. പറഞ്ഞാൽ എപ്പോഴും ആ ഒരു വാക്കുകളെ നമുക്ക് എല്ലാ പാട്ടിനോടും പറയാൻ പറ്റുള്ളൂ, നന്നായി പാടി എന്നൊക്കെ. പക്ഷെ ഇത് റിയലി നന്നായി പാടി. ഭയങ്കര സുഖമായിരുന്നു കേൾക്കാൻ. ചേച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും കമന്റ്സിലേക്ക് കിടക്കാം അല്ലേ? ആ ഒരു കാര്യം ചെയ്യാം, വിജയ് ചേട്ടാ, സ്റ്റീഫൻ ചേട്ടാ, നമ്മുടെ ഓഡിയൻസും എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ? സുജാത ചേച്ചി എല്ലാവരും ചെറിയൊരു കഥ. സ്റ്റീഫൻ ചേട്ടാ മ്യൂസിക് കിട്ടുള്ളൂ. ഇതൊരു കഥന്റെ കഥയല്ല, പക്ഷേ ഒരു മനോഹരമായ ലവ് സ്റ്റോറിയാണ്. കഥ തുടരട്ടെ, പ്രണയകഥ. ആഹാ. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ ഗുരുവായൂരിൽ ഒരു ഫംഗ്ഷൻ, കല്യാണ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ ലെജൻഡറി ആയ നമ്മുടെ സിംഗർ ദാസർ അവിടെ മുമ്പിൽ ഇരുന്ന് ഒരു കുരുന്നു കുട്ടിയെ, പിഞ്ചു കുഞ്ഞിനെ, അതെ, സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പറയുന്നു, ഇത് നമ്മുടെ പുതിയ സിംഗറാണ്, 8 വയസ്സുകാരിയായ ബേബി സുജാത. കഥ അവിടെ തീരുന്നില്ല. അടുത്ത് എന്ത് സംഭവിച്ചു? ഇതാ പിന്നിലിരിക്കുന്നു ഒരു യുവ കോമളൻ. പേരെന്താണ്? ആ കോമളൻ എന്ത് പറഞ്ഞു? ആ കോമളൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, മന്ത്രിച്ചു. അതെ, പറഞ്ഞു കണ്ടു, എവിടെയോ കണ്ട പോലെ. ഇവൾ എന്റെ പെൺകുട്ടിയാണോ എന്ന് മനസ്സിൽ ഉറപ്പിച്ച ആ നിമിഷം, അതായിരുന്നു ആ നിമിഷം. 8 വയസ്സായ ആ കുട്ടീനെ അന്ന് തന്നെ ഉറപ്പിച്ചു ഈ മനുഷ്യൻ. അതെ, പക്ഷെ വീണ്ടും ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ കഥയും ഈ പാട്ടും തമ്മിലുള്ള ബന്ധം എന്താണോ വേഗം പറയുന്നുണ്ടോ? പറയട്ടെ. അപ്പോ അന്ന് ആ ബേബി സുജാത ആദ്യമായി ആ മോഹൻ ചേട്ടന്റെ മുമ്പിൽ പാടിയ പാട്ടാണ് ഈ പാട്ട്. അങ്ങനെ പാടി തുടങ്ങിയ ആ പാട്ടിൽ നിന്നും ഇൻസ്പയർഡ് ആയിക്കൊണ്ട് നമ്മൾ വിചാരിക്കും ഇതൊരു ലവ് സ്റ്റോറിയെ മാറുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയി വീണ്ടും മോഹൻ ചേട്ടൻ ലൈഫിൽ തന്നെ വന്ന് വീണു. അങ്ങനെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. അതാണ് ഈ കഥയുടെ സാരാംശം. അതാണ് ഈ കഥ. നീ ഒരിക്കലും ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് പോകരുത്. പക്ഷെ ഞങ്ങള് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. എന്താ സ്റ്റോറിയാണോ പാട്ടാണോ? പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ക്രെഡിറ്റ് കൊടുക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റീഫൻ ഡേവിസിക്ക്. ഇപ്പോഴും ആ കഥ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെ, ആ കാഥികനും ഇപ്പോഴും സ്റ്റേജിൽ സുജാതയും, അവിടെ ഓഡിയൻസിന്റെ മുന്നിൽ മോഹനും, മോഹൻ ചേട്ടനും ഇന്നും അഗാധമായ അയ്യോ എന്താ അവിടെ അല്ല, ഇന്നും അതേ മനസ്സോടുകൂടി, അതേ ചെറുപ്പത്തോടുകൂടി. അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഓഡിയൻസ്. അതെ, അങ്ങനെ ശാരികയെ പാടിക്കൊണ്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതെ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു നല്ല ലവ് സ്റ്റോറിയുടെ ഫ്ലാഷ് ബാക്സ് ഈ പാട്ടിലൂടെ കൊണ്ടുവന്നതിന് ശ്രീലക്ഷ്മി, താങ്ക് യു സോ മച്ച്. ശ്രീലക്ഷ്മി, നമുക്ക് കമന്റ്സിലോട്ട് എടുക്കാം. അതെ, ഓക്കേ. അപ്പോ നമുക്ക് സുജാത ചേച്ചിയുടെ തുടങ്ങിയാലോ? ഓക്കെ ചേച്ചി. ഈ പാട്ടിനോട് പ്രത്യേക പ്രണയം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതെ, ഒരു റീസൺ ഇതായിരിക്കാം, പിന്നെ ഒരു റീസൺ സലിൽ ചൗധരി, പിന്നെ ഒരു റീസൺ ജാനകി ഉമ്മ. ഒരുപാട് പാടിയിട്ടുണ്ട് ഈ പാട്ട്. അതുകൊണ്ട് മുളച്ചിലായി പാടി. ബട്ട് യു ക്യാൻ ഡു ബെറ്റർ. സ്നേഹമാവും പൂ ചൂടിയാൽ അവിടെ ഒന്നും കൂടെ ക്ലാരിറ്റി വരാൻ മോളെ. അത് പാടൂ. ഇപ്പൊ കറക്റ്റായി. ഇത് വരണം 2 തവണ. ഈ പാട്ടിന്റെ ആലു ലൈൻ മാത്രമേ ഉള്ളൂ ഡിഫിക്കൽട്ട്. പിന്നെ ശാരികയെ അതും ഏറ്റവും അവസാനത്തെ ശാരിക ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ എല്ലാ സ്ഥലത്തും വന്നിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് അതെടുത്ത് എല്ലാ സ്ഥലത്തും ഇടാം. അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവേ ഉള്ളൂ, പക്ഷെ തെറ്റായിരുന്നില്ല. സിൻസ് ഇത് പാടുന്നത് ശ്രീലക്ഷ്മി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. അതാണ് ഒരു ലെവൽ, ഒരു സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ പോകാൻ പറ്റില്ല. അത് ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. ശ്രീലക്ഷ്മി, ചില സ്ഥലത്തൊക്കെ ഒന്ന് മിസ്സായി അല്ലേ? എന്താ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ അത് ചോദിക്കുന്നില്ല. പക്ഷെ ട്യൂണിങ് ചില സമയത്ത് ശ്രുതി കേൾക്കുന്നില്ലായിരുന്നോ, അതോ വാട്ട് വാസ് ഇറ്റ്?
ചില സ്ഥലത്തൊക്കെ ശ്രുതി അവിടെ ഇവിടെയൊക്കെ ഒന്ന് എങ്ങനെയാണ് അറിയാം എവിടെ പോയി എന്നുള്ളത് അറിയാമോ അറിഞ്ഞൂടെ അറിയാം ശ്രദ്ധിച്ചില്ല ബട്ട് എനിവേ ഓവറോൾ യുവർ സിംഗിങ് വാസ് ഫൈൻ ഒബ്വിയസ്ലി നല്ല രസമായിരുന്നു ആൻഡ് ഇറ്റ്സ് എ സോങ് ദറ്റ് യു കെൻ സിംഗ് ഇതിനെക്കാട്ടിലും ഡിഫിക്കൽട്ട് സോങ്സ് പാടിയിട്ടുണ്ട് സോ ജസ്റ്റ് ബി കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം ക്വാർട്ടർ ഫൈനൽസ് ആണ് ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ സോ ഓൾ ദി ബെസ്റ്റ് കീപ് ഗോയിങ് പക്ഷേ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ പെർട്ടിക്കുലർലി പഴയ പാട്ടുകൾ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഇതൊക്കെ ആൻഡ് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫൈൻ ചില സ്ഥലത്തൊക്കെ ശ്രുതി പോയതായിരുന്നു കൂടുതലും പ്രശ്നം ഉണ്ടാക്കിയത് ഓക്കെ ശ്രീലക്ഷ്മി ചേട്ടാ നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫീല് എല്ലാം കൊള്ളായിരുന്നു, ടോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതും എല്ലാം നല്ലായിരുന്നു. ഈ പറഞ്ഞ മാതിരി 2 വീഴ്ചകൾ അവിടെ ഇവിടെയും ഉണ്ടായി. പിന്നെ പിച്ചും സാധാരണ രീതിയിൽ ഇത്ര നാളും ശ്രീലക്ഷ്മി പാടിയതിൽ പിച്ചൊക്കെ ഇങ്ങനെ പയറാണ് ശ്രീലക്ഷ്മിക്ക്. ഞങ്ങൾക്ക് അത് ആ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കേണ്ടേ വന്നിട്ടില്ല. കാരണം പെർഫെക്റ്റ്. ഞങ്ങളിങ്ങനെ സ്പോയിൽ ചെയ്ത് കൊണ്ടുപോയിരുന്നു ശ്രീലക്ഷ്മി. ഇടയ്ക്ക് വെച്ചൊരു ഞാൻ എന്നിട്ടൊരു ചെറുത് വലിയ സംഭവം ചെയ്തിട്ടൊന്നുമില്ല. ദർ ഇസ് നോ ഹ്യൂജ് മിസ്റ്റേക്ക്. നാച്ചുറലി നടക്കാൻ പറ്റുന്ന മിസ്റ്റേക്കാണ്. അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഡോണ്ട് വറി, യു ഗോണ കം സ്ട്രോങ്ങർ. താങ്ക് യു. നമ്മുടെ ഇന്നലത്തെ പോലെയാണോ ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് പോവാം. ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടി. എന്നാലും ഞങ്ങൾ വിടില്ല അങ്ങനെ. എന്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്, അവൻ വിടില്ല നിങ്ങളെ. നമുക്ക് എല്ലാം ശരിയാക്കാം. സീമ ചേട്ടാ നമുക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാം. ഇപ്പൊ നമുക്ക് വിജയ് ചേട്ടൻ 8.5. താങ്ക് യു സുജാത. ഓക്കെ, അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാധനം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പുതിയൊരു ഐഡിയ എടുക്കാൻ പോവാ. ആ ഐഡിയ എന്ന് വെച്ചാൽ 1 മാർക്കിന് 2 നോട്ട്. 1 മാർക്കിന് 2 നോട്ട്. നമ്മള് ശരിക്കും പറഞ്ഞ സമയം കുറെ കളയും. പിടിച്ചോ, എനിക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ചേച്ചിയുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറിയുടെ ടോൺ തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോണേ. ഓക്കെ, റെഡി? റെഡി എല്ലാവരും? കുട്ടികളെ റെഡി? ആ, കറക്റ്റായി പറഞ്ഞേ. റെഡി? എന്നാ പിടിച്ചോ. ഒന്നുകൂടി വായിച്ചു തരാം. എത്ര? 17 അല്ലേ? 8.5. 25.5. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ ഇനി അടുത്ത പെർഫോമൻസിനല്ലേ? അതെ, പോയിക്കോളൂ. എന്താ പോത്തെ? വെയിറ്റ് ചെയ്യൂ. എന്തെങ്കിലും പതുക്കെ പോണേ. വെയിറ്റ് ചെയ്യൂ. നമുക്കൊരു കാര്യം ചെയ്യാൻ എന്തായാലും മദേഴ്സ് ചോയ്സ് അല്ലേ? ഒരാളോട് ചോദിക്കണ്ടേ? നമ്മുടെ അമ്മയുടെ അടുത്ത്. അമ്മ ഹാപ്പിയാണെന്ന് അറിയണ്ടേ? വേണം. ആ, ശരി. യെസ്, അമ്മ പറയൂ. ഇല്ല, നന്നായി പാടി. എന്നാലും റിഹേഴ്സലിന് കുറച്ച് അസുഖമുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് അത്ര നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നന്നായി ചെയ്തിരുന്നു. ശരി, ഓക്കെ. ഈ പാട്ട് എന്താണ്, അവിടെ എന്തെങ്കിലും ലവ് സ്റ്റോറി ഉണ്ടോ ഈ പാട്ടിന്? എന്താ അരുതാത്ത് ചോദിച്ച പോലെ ഇല്ലാന്നൊക്കെ എന്ത് ഇങ്ങനെ? കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇതേപോലെ വീണ്ടും വന്ന് നല്ല നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ചേട്ടാ, താങ്ക് യു. കണ്ണ് പൂട്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേട്ടായിരുന്നെങ്കിൽ വാവ്. കാരണം പാട്ട് മാത്രം കേട്ടാൽ മതിയല്ലോ. ഇപ്പം എന്താ വെച്ചാൽ ഈ പാട്ട് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ചെറുപ്പത്തിലേട്ടോ? 16, 18, 2 വർഷം. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ.
So quarter final സ്റ്റേജിൽ അടുത്ത contestant സോണിക. 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 ചേച്ചി. ഹായ്. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണല്ലോ. അല്ല ഡ്രസ് ഭയങ്കര വെറൈറ്റി ആണ്. എനിക്ക് ഒറ്റ കാര്യം അറിയണം, എന്താണ് ഇതിന്റെ പേര്? എനിക്കറിയില്ല. അറിയില്ല? അറിയില്ല? സോണികറിയോ? അങ്ങനെയൊന്നുമില്ല. പേരൊന്നുമില്ല. അല്ല സാധാരണ നമ്മളിപ്പോ ചുരിദാർ, സാരി അങ്ങനെ പല പല പേര് പറയില്ലേ? അതിലൊന്നും ഉൾപ്പെടാത്ത ഒരു പേരാണ്, അല്ല ഒരു സംഭവമാണ്. അപ്പൊ ഇതാരാ സെലക്ട് ചെയ്തത്? ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന്, അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ. എല്ലാരും കൂടി ചേർന്നാണ് ഡ്രസ് സെലക്ട് ചെയ്തത്? സഖി മാം ആണ് പക്ഷെ പറഞ്ഞത്. ആണോ? ഫൈനൽ ഡിസിഷൻ സഖി മാം അവിടെയാണ്. അല്ലേ? മാമാണ് നമ്മുടെ ഡ്രസ്സും ഒക്കെ ഡിസൈൻ അതെ, ചെയ്യുന്നത്. സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആണ്, സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പൊ സഖിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഒരുപാട് ഓടി നടന്ന് നമുക്ക് വേണ്ടി എന്താ പറയാ നല്ല നല്ല ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യലും നല്ല ആക്സസറീസ് ഒക്കെ എനിക്ക് തരും. ആക്സസറീസ് തന്ന് അഞ്ചിലൊക്കെ സത്യം പറഞ്ഞ ഇങ്ങനെ കാണാൻ കൊള്ളുന്ന തന്നെ ബിക്കോസ് ഓഫ് മേക്കപ്പും ബിക്കോസ് ഓഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനിയൊന്നും പറയരുത്, കൂടുതൽ പറയരുത്. ഓക്കെ ഓക്കെ. സോണിക, അപ്പൊ പാട്ടും ഇതേപോലെ എല്ലാരും കൂടി ചേർന്ന് സെലക്ട് ചെയ്യണോ? അതെ. ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം. അതെ. സോ നമുക്ക് നോക്കാം ബാക്കിയുള്ള റൗണ്ട്സ് ഫോർ സോണിക. ബാക്കിയുള്ള റൗണ്ട്സ് ഒക്കെ കണ്ടല്ലോ. ഏത് റൗണ്ടാ മോൾ എടുത്തിരിക്കണേ? പെർഫോമൻസ് റൗണ്ട്. പെർഫോമൻസ് റൗണ്ട്. സാധാരണ ഈ പേര് പോലും ഇടാത്ത പുതിയ ഡ്രസ് ഒക്കെ. ഓക്കേ, സോ ഏത് സോങ്ങാ? ഏ മേരാ ദിൽ. ആഹാ, ഏ മേരാ ദിൽ. ഏത് നമ്മുടെ ഹിന്ദി ഡോൺ അല്ലേ? അതെ. പഴയതാണോ പുതിയതാണോ? രണ്ട് വർഷം പുതിയത്. ഷാരൂഖ് ഖാൻ മൂവിയിലെ. ഷാരൂഖ് ഖാൻ, കരീന കപൂറിന്റെ ഏ മേരാ ദിൽ അല്ലേ? അത് ശങ്കർ ഹസൻലൈന്റെ മ്യൂസിക്കിൽ ആരാ പാടിയത്? സുനിധി ചൗഹാൻ. ഓക്കെ, അപ്പൊ പിന്നെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. दिल यार का दीवाना 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 प्यार का परवाना आता है मुझको प्यार में छल जाना मुश्किल है प्यार तेरा बच के जाना ये मेरा दिल यार का दीवाना ये मेरा दिल यार का दीवाना दिल वो चाहिज से उसे पाए प्यार वो यार के जो नाम पे है मिट जाए दिल वो चाहिज से उसे पाए प्यार वो यार के जो नाम पे है मिट जाए भूलना ना तुझे दिल का ये टकराना ये मेरा दिल यार का दीवाना 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 प्यार का परवाना हो
है वो मंजिल जिसका मुझे अरमा है, पल पल एक हलचल दिल में एक तूफान है, आने को है वो मंजिल जिसका मुझे अरमा है, भूलना ना तुझे दिल का ये टकराना, ये मेरा दिल यार का दीवाना, दीवाना दीवाना प्यार का परवाना, आता है मुझको प्यार में चल जाना, मुश्किल है प्यारे तेरा बच के जाना, ये मेरा दिल यार का दीवाना, ये मेरा दिल यार का दीवाना. കണ്ണ് പൂട്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേട്ടായിരുന്നെങ്കിൽ വാവ്, കാരണം പാട്ട് മാത്രം കേട്ടാൽ മതിയല്ലോ. ഇപ്പം എന്താ വെച്ചാൽ കുളിക്കാനൊരു പൂഞ്ചോല കുടിക്കാനൊരു തേൻചോല ഒരുക്കി നിന്നെ കൂട്ടാൻ വന്നു ഓണക്കുയിലേ. ശ്രീനന്ദ് വലിയൊരു പാറക്കല്ലുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് പാടാൻ വേണ്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ നിർട്ടെ, നീലമല പൂങ്കുയിലേ സോനിക, എന്തോ നല്ല അടിപൊളി പെർഫോമൻസ്. അതെ, ഭയങ്കര സ്റ്റൈലിഷ് അതെ, ആയിരുന്നു. പക്ഷെ ചെറിയ ഡാൻസുകളൊക്കെ എത്ര ചമ്മലുണ്ടോ? അതെ, തിരി ഇത്രയൊക്കെ പേടിയോ? ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ പേടി? ക്വാർട്ടർ ഫൈനൽസ് ആയില്ലേ? അതിലെന്തിനാ പേടിക്കണേ? അപ്പോഴല്ലേ ഡാൻസ് തകർക്കണ്ടേ? അതെ, നമ്മള് ഡാൻസ് കുഴപ്പമില്ല, മോള് എന്തായാലും ഡാൻസ് കളിച്ചോ, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാട്ടിനെ കുറിച്ച് നമുക്ക് വിജയ് ചേട്ടാ. സോനിക, സർ, എന്ത് തോന്നുന്നു സോണിക്കയുടെ പെർഫോമൻസിനെ പറ്റി? പറയൂ, കേക്കട്ടെ. കുറച്ചും കൂടെ നന്നാവായിരുന്നു. എങ്ങനെ നന്നാവായിരുന്നു? പാട്ടിലും പെർഫോമൻസ്. അപ്പോൾ എന്താ നന്നാക്കാത്തത്? പാട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് പെർഫോമൻസ് സൈഡ് എന്ന് പറയാൻ അങ്ങനത്തെ ഒരു പാട്ട് എടുത്തതുകൊണ്ട് ഡാൻസേഴ്സൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തിനാ ഇങ്ങനെ എത്രയും മടി പിടിച്ചതെന്ന്? അല്ല, തൊണ്ട ഡ്രൈ ആയിരുന്നു. അപ്പം ഡാൻസും കൂടെ കളിച്ചാൽ ഇത്രയും കൂടെ ഡ്രൈ ആയാലോ എന്ന് പേടിച്ചാ. തൊണ്ട ഡാൻസ് കൂടെയും കളിച്ചാൽ കുറച്ചുകൂടി ഡ്രൈ ആവുമോ? ആയിരിക്കുമല്ലേ. പക്ഷേ ഓക്കെ, ഫൈൻ. അത് സിംഗിങ്ങിന് വേണ്ടി എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി യു ഡിഡ്ന്റ് ഡു ഫൈൻ. പക്ഷേ കുറച്ചുകൂടെയും യുവർ ബോഡി ലാംഗ്വേജ് ഭയങ്കര തണുത്തിരുന്ന പോലെ ഇരുന്നു. ലൈക്ക് ഈ ഫിനിഷിങ്, പാട്ടിൻ്റെ ഫിനിഷിങ്ങും ഇങ്ങനെ താങ്ക് യു, ഇങ്ങനെ ഒരു എനർജി വേണ്ടേ അല്ലേ? ശരിയല്ലേ? ഐ മീൻ അത് മാത്രം മിസ്സിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓക്കെ, യു ഡോണ്ട് നീഡ് ടു ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പാട്ടിൽ തന്നെ യുവർ ബോഡി ക്യാൻ സ്റ്റിൽ ഗെറ്റ് ദാറ്റ് റിതം ആൻഡ് ആ ഒരു, അപ്പോൾ ആ പാട്ടിൻ്റെ ആ വോയിസിൽ തന്നെ ഒരു എനർജിയും വരും കുറച്ചുകൂടെ. യുവർ വോയിസ് വാസ് ഫൈൻ, നന്നായിട്ട് പാടി, ശരിക്കും നന്നായിട്ട് തന്നെ പാടി, അത് പറയണം. ബട്ട് യുവർ വോയിസ് വാസ് ഫൈൻ ആൻഡ് യുവർ സിംഗിങ് വാസ് ഫൈൻ. ഞാൻ അതിനെപ്പറ്റിയല്ല പറയണേ. വെൻ യു സെലക്ട് എ സോങ് ലൈക്ക് ദിസ്, ഈ പാട്ടിൽ വോയിസിന് കാണിക്കാൻ പറ്റുന്ന സംഭവമായിട്ടൊന്നും വലുതായിട്ടൊന്നും ഇല്ല ഇതിൽ. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സ്ട്രെയിറ്റ് ആ ആറ്റിറ്റ്യൂഡും ആ ഫീൽ ആൻഡ് ദാറ്റ് പഞ്ച്, അതൊക്കെ. പക്ഷെ അതല്ലാണ്ട് ദെൻ ഇഫ് യു വാണ്ടഡ് ടു മേക്ക് എൻ ഇമ്പാക്റ്റ് ഇവിടെ സ്റ്റേജിൽ, യു ഹാവ് ടു ഗിവ് ദാറ്റ് എനർജി. ഒരു സർട്ടൻ ഒരു ഉംഫ് വേണം. ഓക്കെ, ആ ഒരു ഉംഫ് ഇന്നില്ലായിരുന്നു, ഒരു ഡള്ളായിരുന്നു. സോ അത് യു ഹാവ് ടു മേക്ക് ഷുവർ. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമുക്ക് you don't have many chances അങ്ങനെ എല്ലാവർക്കും. So you have to be careful about that. Okay, all the best. Thank you. സോനിക പാട്ട് നല്ലോണം പാടി. സോനിക, പക്ഷേ ബിജു പറഞ്ഞ പോലെ അത് നമുക്ക് എങ്ങനെയാണ്, ഉംഫ് തന്നെയാണ് വാക്ക്. നിങ്ങൾ പോയി തേടി നോക്കുക എന്താണെന്ന് ഉംഫ്. അതെ, അത് പക്ഷേ ആവശ്യമാണ്. അത് കുറച്ചും കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഇതിന്റെ പഴയ ഒറിജിനൽ വേർഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, ആഷാജി പാടിയിട്ടുണ്ട് ഒരു വേർഷൻ. അത് ഭയങ്കര രസമാണ്. മോൾ നല്ലോണം പാടി. പക്ഷെ ഇതുപോലെ കുറച്ചും കൂടെ വിശക്കുന്നുണ്ടോന്ന് തോന്നുന്നു.
കുറച്ചും കൂടെ ഒരു എനർജി ആവായിരുന്നു. സാധാരണ അന്നും ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ കുറച്ചും കൂടെ ആവായിരുന്നു. അന്ന് ഇത് ഒരു നില അതിൻ്റെ ഒരു അത് വേണമായിരുന്നു ഈ പാട്ടിന്. കാരണം വേറെ ഒന്നുമില്ല, ഇത് സിമ്പിളാ ഒന്നുമില്ല പാടാൻ. അപ്പോൾ അതും കൂടെ കാണിച്ചിരുന്നെങ്കിൽ സോണിക്ക് ഞങ്ങൾ ആഹാ എന്ന് പറയണേ. ഇപ്പം അത് കിട്ടൂല, അത്രേ ഉള്ളൂ. ഇനിയും അടുത്തത് തൊട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു ഇത് തൊട്ട് നമ്മൾ എല്ലാവരും അവരവരുടെ ബെസ്റ്റ് കൊണ്ടുവന്നാലേ ഇനി നടക്കുള്ളൂ. കാരണം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സെലക്ഷൻ ഓഫ് സോങ്സ് വളരെ കൃത്യമായിരിക്കണം, പാടുന്നത് കൃത്യമായിരിക്കണം. കാരണം ഇനി ഞങ്ങൾക്ക് സാരമില്ല മോളെ നെക്സ്റ്റ് ടൈം എന്ന് പറയാൻ ഞങ്ങൾക്കും അവസരമില്ല. സോ പാടുന്നത് എന്ത് അതിന് മാർക്ക് വീഴും. അങ്ങനെ നമ്മൾ എത്താറായില്ലേ, ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ ഫിനാലേക്ക്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലോണം ബെസ്റ്റ് തരാൻ നോക്കുക അവിടെ. സോണിക ഇതുപോലെ തന്നെ നന്നായി പാടി കേട്ടോ. ഞാൻ ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ ജസ്റ്റ് ആ ഇൻഹിബിഷൻ അങ്ങോട്ട് കളയുക. ഇപ്പോൾ കണ്ണ് പൂട്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേട്ടായിരുന്നെങ്കിൽ വാവ്, കാരണം പാട്ട് മാത്രം കേട്ടാൽ മതിയല്ലോ. ഇപ്പം എന്താ വെച്ചാൽ ആ ഡാൻസുകാരും അവർ ആണെങ്കിൽ സ്വർണത്തിൽ കുളിച്ച് നിൽക്കണ മാതിരിയായിരുന്നു, മുടിയടക്കം. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു മൊത്തം ഒരു ഡിസ്കോ മൂഡാണ് എല്ലാത്തിലും. ഒരു 80s ആ വിൻറ്റേജ് ആ ഒരു കളറിൽ നിൽക്കുമ്പോൾ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകൾ വരിക എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും എന്ന് പറയുന്നത് ആ ഇൻഹിബിഷൻ കളഞ്ഞിട്ട് പാടലാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ്. അത് നിസ്സാരമായിട്ട് സോണിയയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വലിയ അതിന് പ്രാക്ടീസൊന്നും വേണ്ട. ആ ചമ്മൽ മാറ്റിക്കഴിഞ്ഞാൽ യു ആർ സൂപ്പർ ഗുഡ് വിത്ത് ദ സോങ്. ഓക്കെ. അല്ലാത്ത പക്ഷം എല്ലാ ഭാഗങ്ങളും പാടേണ്ട കാര്യം പെർഫെക്റ്റ്, പാട്ടിന് വേണ്ടിയിട്ട് പേടിച്ചിട്ട് കുറേ യു ആർ അനങ്ങാണ്ട് നിന്നു, അത് ഗുഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു കിടന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കും ചിലരൊക്കെ, അങ്ങനെയാണ്. പക്ഷെ എന്നാലും പിടിച്ച് കയറും. പക്ഷെ ആൾക്കാർക്ക് നമുക്കെപ്പോഴും കേൾക്കുമ്പോൾ വാവ് ആ പാട്ടിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് വിജയചേട്ടനും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കേട്ടോ. അത് ഉദ്ദേശിച്ചത് അതാണ്, അല്ലാതെ ശരിയായില്ല എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ ഇനി പിന്നെ നിങ്ങളുടെ റൗണ്ടുകൾ വരുമ്പോൾ ഇങ്ങനത്തെ അഥവാ ഇങ്ങനെ കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള പാട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം ഭയങ്കരമായി പാടാനൊന്നുമില്ല അതിൽ, ഭയങ്കരമായിട്ടൊരു വാവ് എന്നുള്ള സംഭവത്തിനൊന്നുമില്ല. ആ പാട്ടിനെ ത്രസ്റ്റ് തെറിപ്പിക്കുക എന്നുള്ള മാത്രം ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ. അത് യു ടേക്ക് ഔട്ട് ദിസ് ഇൻഹിബിഷൻ. ആ ചമ്മൽ മാറ്റി കഴിയുമ്പോൾ മാറും. ഇത്ര നാൾ പാടിയില്ല, ഇനി എന്തിനാ ചമ്മല്? അല്ലാത്ത പക്ഷം യു ഡിഡ് എ ഗുഡ് സോങ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ, so we'll start with വിജയ് ചേട്ടാ. And now Stephen ചേട്ടാ. അപ്പോൾ റെഡിയാണോ? കുട്ടികളെ റെഡിയല്ലേ? റെഡിയല്ലേ? അതെ. കുട്ടികളെ റെഡിയല്ല, നിങ്ങൾ റെഡിയാണോ? അല്ല അങ്ങനല്ല, അവരാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ റെഡിയാണോ? ഒരു മാർക്കിന് 2 നോട്ട്. റെഡിയല്ലേ? കറക്റ്റ് 8.5. അതന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അതന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ തക്കത്തക്കട യൂസ് ചെയ്ത് 5. ഓക്കെ, 5 എത്ര? 15. അത് കഴിഞ്ഞ 2 എടുക്കും. അപ്പൊ 5 ആണ്. തക്കത്തക്കിട്ട 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 തത്ത. ഓക്കേ. ഓ 70 divided by 2 8.5. ഓക്കേ, സൂപ്പർ. 25.5. ഓക്കേ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ പെർഫോമൻസുമായിട്ട് വീണ്ടും അടിപൊളി പെർഫോമൻസുമായി. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേട്ടാ. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീനാഥ്. അഞ്ജലി, കണ്ടില്ലേ ശ്രീനാഥിന്റെ എനർജി കണ്ടില്ലേ? അതെ, ഓടിച്ചാടി കുറികെട്ട് ചിരിച്ച്. അപ്പൊ ഇന്ന് എന്തായാലും ശ്രീനാഥിന്റെ മുഖത്ത് ഒരു ഗുണമുണ്ട്, എന്താ ടെൻഷൻ ഉണ്ടെങ്കിൽ ശ്രീനാഥ് ചിരിക്കേയില്ല. അപ്പൊ ഇന്ന് ടെൻഷൻ ഇല്ല എന്നുള്ളത് ഒരു മറ്റേ തെളിവാണ് ഇന്ന് ചിരിയും കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് ഏതൊക്കെ റൗണ്ട് നോക്കാം.
Okay, round please. Okay. റൗണ്ട്സ് കണ്ടില്ലേ? കണ്ടില്ലേ? ഏത് റൗണ്ടാ? ട്രിബ്യൂട്ട് ലെജൻഡ്. ട്രിബ്യൂട്ട് ലെജൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ അത് പറയുമ്പോൾ. എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷേ ഒന്ന് ഉറക്കെ പറയൂ, കേക്കട്ടെ എല്ലാവരും. ട്രിബ്യൂട്ട് ലെജൻഡ്. ഞാൻ ഇല്ല. എന്തിനത്ര നാണിക്കണം? ട്രിബ്യൂട്ട് ലെജൻഡ്. ആ ഓക്കേ. ട്രിബ്യൂട്ട് ലെജൻഡ്. ഓക്കേ. നീ പറയൂ, ആരാണ് ആ ലെജൻഡ്? രാഘവൻ മാസ്റ്റർ പറയാൻ എത്ര പേടി? അവിടെ നോക്കി ഉറക്കെ പറയൂ, രാഘവൻ മാസ്റ്ററിന് പറയൂ. രാഘവൻ മാസ്റ്റർ. ആ രാഘവൻ മാസ്റ്റർ. ഓക്കേ. ഓക്കേ. അപ്പോൾ രാഘവൻ മാസ്റ്ററിന്റെ ഏത് പാട്ടാണ് പാടുന്നത്? നീലമല പൂങ്കുയിലെ പൊന്നും പൂവുന്നു. ഓക്കേ. സോ വെരി ലവ്ലി സോങ്. അതെ. അപ്പോൾ എന്തായാലും ഇറ്റ്സ് എ വെരി 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 ലവ്ലി സോങ്. അപ്പോൾ എന്തായാലും മോൻ ചെറിയ എവിടേക്ക് കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ ഞങ്ങൾ ഇപ്പം മാറ്റി തരാം. എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. ഓക്കേ. അതൊന്ന് ഉറക്കെ പറയൂ. അച്ഛമ്മയ്ക്ക് ഡെലിഗേഷൻ. ഡെലിഗേഷനോ? ഡെഡിക്കേഷൻ. ആ അവിടെ നോക്കിയിട്ട് അച്ഛമ്മയെ നോക്കി ഡെഡിക്കേഷൻ പറയൂ. ഡെഡിക്കേഷൻ. ഈ പാട്ട് പറയണം. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് അച്ഛമ്മയ്ക്ക്. ഞാൻ ഈ പാട്ട് അച്ഛമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അച്ഛമ്മയ്ക്ക് ആയതുകൊണ്ട് ഒരു ഉമ്മയും കൂടി കൊടുത്തോളൂ. അപ്പൊ അച്ഛമ്മയുടെ എല്ലാ പ്രാർത്ഥനയും മോൻ എന്തായാലും. ഈ പാട്ട് അമ്മമ്മയാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പൊ അമ്മൂമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്തോളൂ. അമ്മമ്മയ്ക്ക് ഡെഡിക്കേഷൻ വേണ്ട. രണ്ടാൾക്കാണ്. ഓക്കെ. അഞ്ജലി, മൊത്തത്തിൽ എവിടേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിയാ. ഓക്കെ. ഇപ്പൊ ശരിയാക്കിരാം. എല്ലാം ഇപ്പൊ ശരിയാക്കിരാം. ഓക്കെ. അതൊക്കെ മായ്ച്ചോളൂ. ഈ പാട്ട് മാത്രം. ഓക്കെ. നമ്മളൊരു കാര്യം ചെയ്യാം. നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരും. അപ്പോഴേക്കും പാട്ട് മാത്രമായിരിക്കണം മനസ്സിൽ. ഓക്കെ. ഡെലിക്കേഷൻ അല്ല, ഡെഡിക്കേഷൻ. ഓക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കുട്ടി ബ്രേക്ക്. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു. ഈ പാട്ട് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ചെറുപ്പത്തിലേട്ടോ. ചെറുപ്പത്തില് 16, 18, 2 വർഷം. Welcome back to Superstar Junior. So tribute to legend round. രാഘവൻ മാസ്റ്ററിന് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ശ്രീനാഥ് നീലമല പൂങ്കുയിലെ എന്ന പാട്ട് ഞാൻ വരുന്നു. സൂപ്പർ. All the best. അപ്പോൾ all the best. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി.
നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നീലമലപ്പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻ ചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി. എന്ത് രസമായിരുന്നു പാടാണ്. ഭയങ്കര ക്യൂട്ടായിരുന്നു ആ നിൽപ്പും പാട്ടും. അതെ, എനിക്ക് എപ്പോഴും തോന്നാറില്ലേ ശ്രീനന്ദിന് ഈ പാവം മൈക്ക് മാത്രമാണ് പ്രശ്നം, ബുദ്ധിമുട്ട്. മൈക്കിന്റെ വെയിറ്റ് ആണ് എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ട്. അതെ, ബാക്കിയെല്ലാം ഓക്കെയാണ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് കമന്റ്സ് നോക്കാം. ഓക്കേ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. കണ്ണു എങ്ങനെയുണ്ട്? എല്ലാരും എന്ത് പറയണു മോനെ കാണുമ്പോ? സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കാണാറുണ്ട്, അവിടെ നല്ലോണം പാടുണ്ടെന്ന് പറയാറുണ്ടോ? പറയാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ? ടീച്ചേഴ്സ് നന്നായി പാടണം എന്ന്. അപ്പൊ ഈ പാട്ട് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ഞാന് ഇത് ചെറുപ്പത്തിലെ ചെറുപ്പത്തിലേട്ടോ. ഒരു 5-15 വർഷം മുമ്പ് അല്ലേ? സോറി, ഞാൻ അറിഞ്ഞില്ല വലുതായ കാര്യം. 6 വയസ്സ് തൊട്ടേ പഠിച്ചതാണ്. നിനക്കിപ്പോ എത്ര വയസ്സായി? എത്ര വയസ്സായി? 8. ആ ശരി, 2 വർഷം മുമ്പ്. അതായത് അന്ന് പണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ നട്ടെ? നീലമല പൂങ്കുയിലേ. എന്റെ ദൈവമേ, മോൻ പാടിയത് നല്ല ക്യൂട്ടായിരുന്നു. അവര് പറഞ്ഞ പോലെ ക്യൂട്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിലും ഇപ്പം നമ്മൾ ക്വാർട്ടർ ഫൈനൽസ് എത്തി. അതിൽ മോൻ കുറച്ചും കൂടെ നല്ലോണം പാടണം. ഇതിൽ കുറേ സ്ഥലങ്ങൾ ചരണത്തിൽ മോളിൻ്റെ ഹൈ പിച്ച് പോയപ്പോഴൊന്നും അത്ര ശരിയായില്ല. വോയിസിന് വല്ല സ്ട്രെയിൻ ഉണ്ടോ? ചുമ എങ്ങനെ ഉണ്ടോ? എന്തുണ്ട്? കുറച്ച് ദിവസം മുമ്പ് പനിയായിരുന്നു. അയ്യോ, ഇത്ര 8 വയസ്സുള്ള വാവയ്ക്ക് പനി വന്ന എങ്ങനെയാ പാടുക? അത് സാരമില്ല, അപ്പോൾ നമുക്ക് വിട്ട് കളയാം. ഈ കൂടുതലൊന്നും ഞാൻ പറയണില്ല. മോന് ഇനിയും നല്ലോണം പാടുന്ന എനിക്കറിയാം കേട്ടോ. വിജയ് ചേട്ടാ, ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തേ? അമ്മ. അമ്മയ്ക്ക് നമുക്ക് നല്ലൊരു പിച്ച് വെച്ച് കൊടുത്താലാ? അമ്മ നല്ല പാട്ടുകളൊക്കെയാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അമ്മ വിചാരിച്ചിട്ട് 6 വയസ്സ് മുതൽ കേൾക്കുന്ന പാട്ടായതുകൊണ്ട് അതുകൊണ്ട് അല്ലേ? അല്ല, വേറൊന്നുമല്ല. എനിക്ക് തോന്നുന്നു അവൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് കൊണ്ട് മാത്രമാണ് നമുക്ക് കേട്ടിരിക്കാൻ. പക്ഷെ അവന് ഭയങ്കര കഷ്ടമാണ് അത്. എന്താണ് ആ ഒരു ഒന്നാമതൊരു ഫോക്ക് സ്റ്റൈലും ഒക്കെ ഉള്ള ഒരു പാട്ടാണത്. ഐ തിങ്ക് എന്തോ റേഞ്ചൊക്കെ കുറച്ച് ഹൈ ആണെന്ന് തോന്നുന്നത്. സോ ഐ തിങ്ക് സ്കെയില് മാറ്റിയാലും അവന് താഴേക്ക് പോകാനും പാടാണ്. സോ സോങ് സെലക്ഷൻ കുറച്ചുകൂടെയും ബെറ്റർ ആവായിരുന്നു. അത് നിൻ്റെ തെറ്റല്ലാന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് വിട്ടേക്കാം ഈ പ്രാവശ്യം. ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്. ശ്രീനന്ദ്, ഇപ്പൊ 6 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങിയ പാട്ടാണോ? എത്ര വർഷം? 6 വയസ്സും 6 വയസ്സ് മുതൽ 16, 18, 2 വർഷം. 5 കിട്ടാൻ വേണ്ടി 16 വരെയിട്ട് തൊട്ടു. ഞാൻ അങ്ങനെ ഈ റിഹേഴ്സൽ നടക്കണക്കാട്ടിൽ മുമ്പ് നോക്കിയപ്പോൾ ശ്രീനന്ദ് വലിയൊരു പാറക്കല്ലുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് പാടാൻ വേണ്ടി. നീലമലക്കുയിലേ എന്നുള്ളൊരു പാറക്കല്ലായിട്ട് എനിക്കതാ തോന്നിയത്. അങ്ങനത്തെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ കോംപ്ലിക്കേഷൻ അതിനിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശ്രീനന്ദിൻ്റെ മാക്സിമം ചെയ്തു. പക്ഷെ ആ പാട്ടിന് കുട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. അത് തന്നെ എനിക്ക് തോന്നി. പക്ഷേ ഇതിനെക്കാട്ടിലും കോംപ്ലക്സ് ആയിട്ടുള്ള പാട്ടുകൾ ശ്രീനന്ദ് നന്നായി പാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ അതിനെയാണ് കമ്പയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷെ മാക്സിമം ട്രൈ ചെയ്തു. ഇനിയും ഇങ്ങനെ സോങ് ചോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് പാട്ടുകളൊക്കെ ആയിട്ട് വായിട്ട് ചക്കര. ഞാൻ നിന്റെ ശ്രീനീതിനെ വിളിച്ചു നോക്കിയോ, ഒന്ന് ചിലടാ ഒന്ന് ഡാൻസ് കളിച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ആള് അവിടെ ഇങ്ങനെ ഈ രാജാക്കന്മാരൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കൂല, അതേമാതിരി ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ അതിനെ വഴിക്ക് പാമ്പിന്റെ വരി ഇങ്ങനെ ഇരിക്കരുത് അമ്മയുടെ മേത്ത്. അല്ല, അത് നമുക്ക് അറിയാലോ, അല്ലെങ്കിലും പുള്ളിക്കൊരു മൂഡ് വരണം. അതെ, കിട്ടില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ശ്രീനന്ദ്.
ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ഒരു സെലക്ഷൻ കാരണം ഓൾസോ ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ലെജൻഡ് രാഘവ മാഷ് എന്നുള്ളൊരു ട്രിബ്യൂട്ട് ആയിരുന്നു. പക്ഷേ രാഘവ മാഷിൻ്റെ കുറച്ചുകൂടി നല്ല സോങ്സ് എന്നാണ്, നല്ലെന്ന് ഇൻ ദ സെൻസ് അവന് പാടാൻ പറ്റിയ സോങ് ഏതെങ്കിലും ആവായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞ കാര്യം, നമുക്ക് മാർക്കിടാം. രാഘവ മാസ്റ്ററിന്റെ പാടിയ പാട്ടുണ്ടല്ലോ, ഒരു കായലരികത്ത് വള, അതൊക്കെ പാടിയ നല്ല രസമായിരിക്കും. രണ്ടുപേര് പാടിക്കണോ കായലരികത്ത്? കുറച്ച് ചെറുതായിട്ട് അറിയണോ? കായലരികത്ത് വളയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി പെണ്ണു കുറിയെടുക്കുമ്പോ ചേർക്കണേ. സൂപ്പറായിരുന്നു ഇത് പാടിയത്. പഠിച്ച് കുഴപ്പമില്ലടാ, അത്രയും മതി. പഠിച്ച് പാടിയിരുന്നെങ്കിൽ കലക്കിയായിരുന്നു. അതാണ് ഒരു സീനായിരുന്നു നീ ഇത്. അപ്പൊ എന്തായാലും നിന്റെ അനിയനും കയറും, സുന്ദരി എന്നൊക്കെ പറയാ ചാടി വരും. കുഴപ്പമില്ല, നമുക്ക് ഇനിയുണ്ട് പാട്ടുകൾ, നമുക്ക് തിരിച്ചു വരാം. അതെ, മാർക്സ് വിജയ് ചേട്ടാ. Thank you. ഓക്കെ, എന്തായാലും നിങ്ങൾ മാർക്ക് പറയാനേക്കാട്ടിലും മുമ്പ് നമ്മുടെ പിള്ളേരാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇതൊരു കോമ്പറ്റീഷൻ പോലെയാണ്. നിങ്ങൾ കറക്റ്റായി പറഞ്ഞിരിക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ അല്ല, അത് കുട്ടികൾ പഠിക്കണം, അവർ പറഞ്ഞിരിക്കണം. അതാണ്. റെഡി? ഓക്കെ, കറക്റ്റാണ്, പറഞ്ഞു. ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നു. 23.5. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല പാട്ടിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോനെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ 3 പെർഫോമൻസസും കഴിഞ്ഞു. അതെ, അല്ലെ, ഒരു കാര്യം മനസ്സിലായി, നമ്മളിത് പ്രോപ്പർ ക്വാർട്ടർ ഫൈനൽസിലാണ് എത്തി നിൽക്കുന്നത്. കാരണം ബിക്കോസ് നമുക്ക് 2 ടോപ്പ് സ്കോറേഴ്സ് ആണുള്ളത്. ശ്രീലക്ഷ്മി ആൻഡ് സോണിക with 25.5. അപ്പൊ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. അതെ, പക്ഷേ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലാണ്. പിന്നെ എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് കാണാം. ഒരുപാട് എന്താ പറയാ, ഫൺ, അഡ്വഞ്ചറസ്, ത്രില്ലിംഗ് മൊമെന്റ്സ് ഒക്കെ വരാൻ പോവാണ്. അപ്പൊ പൂരങ്ങളുടെ കാഴ്ച നമുക്കൊന്ന് കണ്ടാലോ? യെസ്, കാണാം. ഓക്കേ, ശരത്തേട്ടാ. Let's welcome the one and only ശരതേട്ടൻ. കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും കൊച്ചു പിള്ളേരല്ലേ. ശരത്തിന്റെ അനിയന്മാരെ വിളിച്ച ശരത്ത് വരൂല, ശരത്തിന്റെ ചേച്ചി വിളിക്കണം. ശരത്തേ, വെൽക്കം. Are you ready to welcome the one and only KS Chitra? എപ്പോഴും കുട്ടികളോടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് വരുന്നത്. മലയാളത്തിന്റെ സ്വന്തം വാനമ്പാടി KS ചിത്ര ഈ സംഗീതവേദിയെ ധന്യമാക്കാനെത്തുന്നു. സുജാത സാരീസ്, ഡിസൈൻ ബൈ സ്റ്റൈൽ സാരീസ്, സ്പെൻസർ ജംഗ്ഷൻ, പാളയം, ട്രിവാൻഡ്രം.
ഭയങ്കര ഭംഗിയായിട്ട് പാടിട്ടോ. ഭയങ്കര രസമായിരുന്നു. വെരി ബ്യൂട്ടിഫുൾ, സീരിയസ്ലി. നല്ല പാട്ടായിരുന്നു. പറഞ്ഞാൽ എപ്പോഴും ആ ഒരു വാക്കുകളെ നമുക്ക് എല്ലാ പാട്ടിനോടും പറയാൻ പറ്റുള്ളൂ, നന്നായി പാടി എന്നൊക്കെ. പക്ഷെ ഇത് റിയലി നന്നായി പാടി, ഭയങ്കര സുഖമായിരുന്നു കേൾക്കാൻ. ചേച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, എന്തായാലും കമന്റ്സിലേക്ക് കിടക്കാം അല്ലേ? ഒരു കാര്യം ചെയ്യാം, വിജയ് ചേട്ടാ, സ്റ്റീഫൻ ചേട്ടാ, നമ്മുടെ ഓഡിയൻസും എല്ലാവർക്കും വേണ്ടി നമ്മൾ ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ? എല്ലാവരും ചെറിയൊരു കഥ. സ്റ്റീഫൻ ചേട്ടാ മ്യൂസിക് കിട്ടുള്ളൂ. ഇതൊരു കഥയല്ല, പക്ഷേ ഒരു മനോഹരമായ ലവ് സ്റ്റോറിയാണ്. കഥ തുടരട്ടെ, പ്രണയകഥ. ആഹാ. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ, ഗുരുവായൂരിൽ ഒരു ഫംഗ്ഷൻ, കല്യാണ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ ലെജൻഡറി ആയ നമ്മുടെ സിംഗർ ദാസർ അവിടെ മുമ്പിൽ ഇരുന്ന് ഒരു കുരുന്നു കുട്ടിയെ, അതെ, സ്റ്റേജിലേക്ക് വിളിക്കുന്നു. പറയുന്നു, ഇത് നമ്മുടെ പുതിയ സിംഗറാണ്, 8 വയസ്സുകാരിയായ ബേബി സുജാത. കഥ അവിടെ തീരുന്നില്ല. അടുത്ത് എന്ത് സംഭവിച്ചു? ഇതാ പിന്നിലിരിക്കുന്നു ഒരു യുവ കോമളൻ. പേരെന്താണ്? ആ കോമളൻ എന്ത് പറഞ്ഞു? ആ കോമളൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, മന്ത്രിച്ചു. അതെ, പറഞ്ഞു കണ്ടു, എവിടെയോ കണ്ട പോലെ. ഇവൾ എന്റെ പെൺകുട്ടിയാണോ എന്ന് മനസ്സിൽ ഉറപ്പിച്ച ആ നിമിഷം, അതായിരുന്നു ആ നിമിഷം. 8 വയസ്സായ ആ കുട്ടീനെ അന്ന് തന്നെ ഉറപ്പിച്ചു ഈ മനുഷ്യൻ. അതെ, പക്ഷെ വീണ്ടും ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. എന്താ വെച്ചാൽ കഥയും ഈ പാട്ടും തമ്മിലുള്ള ബന്ധം എന്താണോ വേഗം പറയുന്നുണ്ടോ? പറയട്ടെ. അപ്പോ അന്ന് ആ ബേബി സുജാത ആദ്യമായി ആ മോഹൻ ചേട്ടന്റെ മുമ്പിൽ പാടിയ പാട്ടാണ് ഈ പാട്ട്. അങ്ങനെ പാടി തുടങ്ങിയ ആ പാട്ടിൽ നിന്നും ഇൻസ്പയർഡ് ആയിക്കൊണ്ട് നമ്മൾ വിചാരിക്കും ഇതൊരു ലവ് സ്റ്റോറിയെ മാറുന്നു. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആയി വീണ്ടും മോഹൻ ചേട്ടൻ ലൈഫിൽ തന്നെ വന്ന് വീണു. അങ്ങനെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. അതാണ് ഈ കഥയുടെ സാരാംശം. ഒരിക്കലും ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് പോകരുത്. പക്ഷെ ഞങ്ങള് ഭയങ്കര ഇതായിട്ട് പറഞ്ഞു. എന്താ സ്റ്റോറിയാണോ പാട്ടാണോ? പക്ഷെ ഇതിന് പ്രത്യേകിച്ച് ക്രെഡിറ്റ് കൊടുക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റീഫൻ ഡേവിസിക്ക്. ഇപ്പോഴും ആ കഥ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്നു. അതെ, ഇപ്പോഴും സ്റ്റേജിൽ സുജാതയും അവിടെ ഓഡിയൻസിന്റെ മുന്നിൽ മോഹൻ ചേട്ടനും ഇന്നും അഗാധമായ അയ്യോ എന്താ അവിടെ അല്ല, ഇന്നും അതേ മനസ്സോടുകൂടി, അതേ ചെറുപ്പത്തോടുകൂടി. അതാണ് അതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. ഓഡിയൻസ്. അതെ, അങ്ങനെ ശാരികയെ പാടിക്കൊണ്ട് തുടർന്നു കൊണ്ടേയിരിക്കുന്നു. അതെ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു നല്ല ലവ് സ്റ്റോറിയുടെ ഫ്ലാഷ് ബാക്സ് ഈ പാട്ടിലൂടെ കൊണ്ടുവന്നതിന് ശ്രീലക്ഷ്മി, താങ്ക് യു സോ മച്ച്. ശ്രീലക്ഷ്മി, നമുക്ക് കമന്റ്സിലോട്ട് എടുക്കാം. അതെ, ഓക്കേ. അപ്പോൾ നമുക്ക് സുജാത ചേച്ചിയുടെ തുടങ്ങിയാലോ? ഓക്കെ ചേച്ചി. ഈ പാട്ടിനോട് പ്രത്യേക പ്രണയം ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതെ, ഒരു റീസൺ ഇതായിരിക്കാം, പിന്നെ ഒരു റീസൺ സലിൽ ചൗധരി, പിന്നെ ഒരു റീസൺ ജാനകി അമ്മ. ഒരുപാട് പാടിയിട്ടുണ്ട് ഈ പാട്ട്. അതുകൊണ്ട് മുളച്ചിലായി പാടി. ബട്ട് യു ക്യാൻ ഡു ബെറ്റർ. സ്നേഹമാവും പൂ ചൂടിയാൽ അവിടെ ഒന്നും കൂടെ ക്ലാരിറ്റി വരാൻ മോളെ. അത് പാടൂ. ഇപ്പൊ കറക്റ്റായി. ഇത് വരണം 2 തവണ. ഈ പാട്ടിന്റെ ആലു ലൈൻ മാത്രമേ ഉള്ളൂ ഡിഫിക്കൽട്ട്. പിന്നെ ശാരികയെ അതും ഏറ്റവും അവസാനത്തെ ശാരിക ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതുപോലെ എല്ലാ സ്ഥലത്തും വന്നിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ റെക്കോർഡിംഗ് ആണെങ്കിൽ നമുക്ക് അതെടുത്ത് എല്ലാ സ്ഥലത്തും ഇടാം. അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവേ ഉള്ളൂ, പക്ഷെ തെറ്റായിരുന്നില്ല. സിൻസ് ഇത് പാടുന്നത് ശ്രീലക്ഷ്മി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യും. അതാണ് ഒരു ലെവൽ, ഒരു സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് താഴെ പോകാൻ പറ്റില്ല. അത് ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. ശ്രീലക്ഷ്മി, ചില സ്ഥലത്തൊക്കെ ഒന്ന് മിസ്സായി അല്ലേ? എന്താ ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ അത് ചോദിക്കുന്നില്ല. പക്ഷെ ട്യൂണിങ് ചില സമയത്ത് ശ്രുതി കേൾക്കുന്നില്ലായിരുന്നോ? അതോ വാട്ട് വാസ് ഇറ്റ്? ചില സ്ഥലത്തൊക്കെ ശ്രുതി അവിടെ ഇവിടെയൊക്കെ ഒന്ന് എങ്ങനെയാണ്? അറിയാം എവിടെ പോയി എന്നുള്ളത്? അറിയാമോ? അറിഞ്ഞൂടെ? ശ്രദ്ധിച്ചില്ല. ബട്ട് എനിവേ
overall your singing was fine. Obviously, നല്ല രസമായിരുന്നു. And it's a song that you can sing. ഇതിനെക്കാട്ടിലും difficult songs പാടിയിട്ടുണ്ട്. So just be കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണം. ക്വാർട്ടർ ഫൈനൽസ് ആണ്, ശ്രദ്ധിക്കണം. Okay? Okay. So all the best. Keep going. പക്ഷേ ഇങ്ങനത്തെ സോങ്സ് ഒക്കെ പെർട്ടിക്കുലർലി പഴയ പാട്ടുകൾ ആയതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ഇതൊക്കെ, ആൻഡ് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫൈൻ. ചില സ്ഥലത്തൊക്കെ ശ്രുതി പോയതായിരുന്നു കൂടുതലും പ്രശ്നം ഉണ്ടാക്കിയത്. ഓക്കെ, ശ്രീലക്ഷ്മി നല്ല അറ്റംപ്റ്റ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫീല് എല്ലാം കൊള്ളായിരുന്നു, ടോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തതും എല്ലാം നല്ലായിരുന്നു. ഈ പറഞ്ഞ മാതിരി 2 വീഴ്ചകൾ അവിടെ ഇവിടെയും ഉണ്ടായി. പിന്നെ പിച്ചും സാധാരണ രീതിയിൽ ഇത്ര നാളും ശ്രീലക്ഷ്മി പാടിയതിൽ പിച്ചൊക്കെ ഇങ്ങനെ പയറാണ് ശ്രീലക്ഷ്മിക്ക്. ഞങ്ങൾക്ക് അത് ആ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കേണ്ടേ വന്നിട്ടില്ല. കാരണം പെർഫെക്റ്റ്. ഞങ്ങളിങ്ങനെ സ്പോയിൽ ചെയ്ത് കൊണ്ടുപോയിരുന്നു ശ്രീലക്ഷ്മി. ഇടയ്ക്ക് വെച്ചൊരു ഞാൻ എന്നിട്ടൊരു ചെറുത് വലിയ സംഭവം ചെയ്തിട്ടൊന്നുമില്ല. ദർ ഇസ് നോ ഹ്യൂജ് മിസ്റ്റേക്ക്. നാച്ചുറലി നടക്കാൻ പറ്റുന്ന മിസ്റ്റേക്കാണ്. അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഡോണ്ട് വറി, യു ഗോണ കം സ്ട്രോങ്ങർ. താങ്ക് യു. സോ മച്ച്. സോ നമുക്ക് മാർക്സ് നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്നലത്തെ പോലെയാണോ ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് പോവാം. ഓക്കെ, ദാറ്റ് ഈസ് വെരി നൈസ്. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഞങ്ങൾക്ക് ഇത്തിരി സമാധാനം കിട്ടി. എന്നാലും ഞങ്ങൾ വിടില്ല അങ്ങനെ. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട്, അവൻ വിടില്ല നിങ്ങളെ. നമുക്ക് എല്ലാം ശരിയാക്കാം. സീം ചേട്ടാ, നമുക്ക് എല്ലാം പറഞ്ഞ് ശരിയാക്കാം. ഇപ്പൊ നമുക്ക് വിജയ് ചേട്ടൻ തരുന്നു 8.5. താങ്ക് യു സുജാത. 8.5. And yes, Stephen ചേട്ടാ. Superstar Junior, powered by Nirapara, co-presented by Nandanam Sanitaries. Welcome our judges. Vijay Chetta, Sujata Chechi and Stephen Chetta. Thank you. And നമ്മുടെ star orchestra പുലികൾ. അപ്പോൾ അഞ്ജലി, നമുക്ക് എന്തായാലും ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ we are getting reviews. ഒരുപാട് ഫീഡ്ബാക്സും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നും, ഈവൻ ലൈക്ക് എബ്രോഡ് കൺട്രീസിൽ നിന്നും എല്ലാം പല രീതിയിൽ ലൈക്ക് മെസ്സേജസ്, ഇമെയിൽസ്, ലെറ്റേഴ്സ് എല്ലാമായി നമുക്ക് ഒരുപാട് നല്ല രീതിയിൽ, എസ്പെഷ്യലി കണ്ടസ്റ്റൻസ്, ജഡ്ജസ് എല്ലാമായി വളരെ വളരെ പോസിറ്റീവായ റിവ്യൂസ് ആണ്. A big round of applause for the contestants, judges and everyone. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. പക്ഷേ ബിക്കോസ് ക്രിറ്റിസിസം ഇൻ എ ഗുഡ് ഓർ ബാഡ് വേ ഇറ്റ് ഈസ് ഓൾവേസ് ലൈക്ക് എന്താ പറയുക, ആക്സെപ്റ്റഡ് ആണ്. ഞങ്ങൾ ഡെഫിനറ്റ്ലി വിൽ കീപ് ഇംപ്രൂവിങ്, അല്ലേ? ഞങ്ങൾ എസ്പെഷ്യലി വിൽ കീപ് ഇംപ്രൂവിങ്. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് വന്ന ഒരു ആസ്വാദകയുടെ ഒരു ലെറ്റർ നമ്മളിവിടെ വായിക്കാൻ പോവാണ്. ഷീ ഹാസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എന്താ പറയുക ക്രിറ്റിസിസം ഫോർ us. സോ വിൽ സീ വാട്ട് ഇറ്റ് ഇസ്. അതിൻ്റെ ചെറിയ ഒരു ഭാഗം ഞങ്ങൾ വായിക്കാം. സോ അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അമൃത ടി വിയിലെ സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഒരു സ്ഥിരം ആസ്വാദകയാണ്. കുരുന്ന് പ്രതിഭകളുടെ കലാപരമായ കഴിവുകൾ കണ്ട് ഞാൻ മിക്കപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. സംഗീത അഭിരുചിയുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. എന്നാൽ ഈ പരിപാടികളുടെ നടത്തിപ്പിനെ കുറിച്ച് എനിക്ക് പരാതിയുണ്ട്. അപ്പോൾ പ്രൊഡ്യൂസർക്കാണുള്ളത്, പ്രൊഡ്യൂസർക്ക് ആവാനാണ് സാധ്യത. ഇതിന്റെ വിധികർത്താക്കളുടെ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചാണ് എന്റെ ആക്ഷേപം. പ്രൊഡ്യൂസർക്കല്ല, ഞങ്ങൾക്കാണത്. ഇത് നിങ്ങൾക്ക് മാത്രമാണ്. എന്താണ് പരാതി? ഇതിൽ സുജാത ഒഴിച്ച് മറ്റു 2 ജഡ്ജിമാരും മത്സരക്കാരായ ആൺകുട്ടികളെ എടാ പോടാ നീ എന്നെല്ലാം വിളിക്കുന്ന ഈ പരിപാടി ഇടയിൽ കേൾക്കാറുണ്ട്. നമ്മൾ അനുജന്മാരെയോ മറ്റു ഇളം വയസ്സുകാരെയോ എടാ പോടാ വിളിക്കാറുണ്ട്. അത് പ്രൈവറ്റായ കാര്യമാണ്. ഇതൊരു ചെറിയ വിഷയമായി കണക്കാക്കാതെ സ്ഥിര നടപടി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ അവരെ സ്വന്തം അനിയന്മാരെ ഒരു കുടുംബം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ അവരെ വിളിക്കുന്നത്. പക്ഷെ അത് ഞങ്ങൾക്ക് എപ്പോഴും ആ ഒരു ഫാമിലി റിലേഷൻ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഷോ ഞങ്ങൾ കൊണ്ടുവന്ന്. അത്രേ ഉള്ളൂ. ഐ തിങ്ക് ഓഡിയൻസിന്റെ അങ്ങനത്തെ ഒരു അഭിപ്രായം ഇറ്റ്സ് നൈസ്. ഞങ്ങൾക്കത് ഞങ്ങളുടെ അറ്റൻഷന് കൊണ്ടുവന്ന താങ്ക് യു ഫോർ ദാറ്റ്.
ബട്ട് നിങ്ങൾ കാണാത്ത കുറേ ഞങ്ങൾ അടിപിടികൾസ് ഒക്കെ എന്താണ് ഞങ്ങൾ അവരുമായിട്ടുള്ള കുറേ കുസൃതികൾ, നിങ്ങൾ കാണാത്ത കുറേ കുസൃതികളും ഇവിടെ ഞങ്ങൾ കുറേ കാണിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ആ ഒരു റാപ്പോ, ആ ഒരു റിലേഷൻഷിപ്പ്. സോ ദാറ്റ്സ് ഓക്കെ. ഐ മീൻ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വേറൊരു രീതിയിൽ എന്താണ് കൊച്ചാക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു യൂസേജ് അല്ല അത്. I hope you all understand that. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് അതെ, നിങ്ങൾക്ക് ആർക്കും പ്രശ്നമുണ്ടോ? ഇല്ല. ഓക്കേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. വി ആർ ടേക്കിംഗ് അത് നല്ല പോസിറ്റീവായിട്ട് ഞങ്ങൾ അംഗീകരിച്ചു. നമ്മുടെ പരമാവധി ചെയ്യും. അവർക്ക് അത് കുഴപ്പമില്ല. എന്നാൽ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ മാക്സിമം ഒരു കാര്യം കൂടി പറയാം. ബിക്കോസ് ഇതിൽ എഴുതിയിട്ടുണ്ട് ആക്ച്വലി നമ്മൾ അനിയന്മാരൊക്കെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ഒരുപാട് പ്രൈവറ്റ് മൊമെന്റ്സിൽ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് അവരെല്ലാം നമ്മുടെ അനിയന്മാരാണ് എന്നുള്ളത് തന്നെയാണ് അവരെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഫ്രം ദ ഹാർട്ട് വിളിക്കുന്നത്. സോ ഇതിൽ ഒരു തരത്തിലുള്ള അഭിനയമോ ഒന്നുമില്ല. പ്രത്യേകിച്ച് എടുത്ത് മോനേനൊക്കെ വിളിച്ച് അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ഓൾ ട്രൂ ഫ്രം ദ ഹാർട്ട് ഫ്രം ദ ജഡ്ജസ്. അതുകൊണ്ടാണ് റിയാലിറ്റി ഷോ എന്ന് പറയുന്നത്. Exactly. Yes. It's reality. It's reality and it's a real show. So ഇത്തരത്തിലുള്ള കമന്റ്സ് എന്തായാലും ഞങ്ങൾ ഇതേപോലെ വെൽക്കം ചെയ്യാണ്. എനി ക്രിറ്റിസിസം വിൽ ടേക്ക്. പുതിയൊരു വേറെ കത്ത് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമൃത TV അറിയുവാൻ വേണ്ടി. ഇവിടെ നടക്കുന്ന പരിപാടികളെല്ലാം നല്ലതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിന്റെ 2 കോമ്പയറായ അതിലെ ആൺകുട്ടിയായ രജിത്തിനെ ഒരു പാട്ട് പാടിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭയങ്കര കത്തുള്ളത് ആരാ? ഉഗാണ്ടയിൽ നിന്നും ഗുണശേഖരൻ. ഗുണശേഖരൻ ഉഗാണ്ടയിൽ നിന്ന് ഗുണശേഖരൻ എന്തുകൊണ്ട് കേരളം വിട്ട് ഉഗാണ്ടയിൽ പോയി? അല്ല ഗുണശേഖരൻ എന്തുകൊണ്ട് 2 വരി. അല്ല ഗുണശേഖരൻ എന്തുകൊണ്ട് കേരളം വിട്ട് ഉഗാണ്ടയിൽ എത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള കമന്റ്സ്. ഞാനും പേരൊക്കെ മാറ്റേണ്ടിയിരിക്കും തോന്നുന്നുണ്ട്. ഉഗാണ്ടയിൽ പോകാൻ തൽക്കാലം താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരു അവസരത്തിൽ പാടുന്നതായിരിക്കും. ഇത് ഒരു കത്തൊന്നുമല്ല, ഞാനിതൊരു പെട്ടെന്ന് ഒരു കമ്പോസ് ചെയ്താണ്. കത്തുകളൊക്കെ അവിടെ വായിച്ചു. ഞങ്ങൾക്ക് രജിത്തിന്റെ ഒരു പാട്ട് കേൾക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മാത്രമാണ്. ശരിക്കും യഥാർത്ഥത്തിൽ ഉഗാണ്ടയിൽ ഒരു ഗുണശേഖരൻ ഉണ്ടെങ്കിൽ ഒന്നും നോക്കരുത്, സ്റ്റീഫൻ ചേട്ടന് കത്ത് എഴുതണം. അപ്പൊ ഈ ആഗ്രഹം അത് ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അതെ, എന്തായാലും ഒരു ദിവസം ഞങ്ങൾ പാടുന്നതായിരിക്കും. വെരി നൈസ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്തരത്തിലുള്ള നല്ല കത്തുകൾ എഴുതുക. ഇത്തരത്തിലുള്ള എല്ലാ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്താണെങ്കിലും ക്രിറ്റിസിസം വിൽ ബി അക്സെപ്റ്റഡ് ഹിയർ. On that note നമുക്ക് നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീലക്ഷ്മി. ഓക്കെ ആണോ? എല്ലാം ക്ലീൻ ചെയ്തോ? ഇല്ല, വരുമ്പോ അത് കണ്ടേ സ്റ്റെപ്പ് കണ്ടില്ലേ, ഇങ്ങനെയൊക്കെ ആക്കിട്ടാ വന്നേ. ഇതെന്തത് ഇപ്പോഴും ശരിയായിട്ടില്ല. ഞങ്ങൾ പിടിച്ചേരണോ ശ്രീലക്ഷ്മി? ഞാൻ ചവിട്ടിയോന്ന്. ഇനി എപ്പോഴും ശ്രീലക്ഷ്മിയുടെ മിക്ക ഡ്രസ്സുകളും ഇങ്ങനെ താഴെ ക്ലീൻ ചെയ്ത് വരുന്ന ഡ്രസ്സുകളാണ്. ആരെങ്കിലും അമ്മയാണോ എന്റെ ആള്? ആണോ? അമ്മയ്ക്ക് ഇഷ്ടമാണോ ഇങ്ങനത്തെ? അമ്മയാണോ ആള്? സംഭവം നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വീഴരുത്. ഇങ്ങനെ വരുമ്പോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ കടിച്ചു വന്നാൽ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ വന്നാൽ മതി. അതെ, ഓക്കെ. ചേച്ചി പറഞ്ഞ നല്ല രീതിയിൽ ഇങ്ങനെ ഡ്രസ് ഒക്കെ ആയിട്ട് വരിക. ഓക്കെ, അതെ, നമ്മളിവിടെ ബ്യൂട്ടി ടിപ്സ് വരായി തുടങ്ങി. ഓക്കെ, അപ്പൊ ക്വാർട്ടർ ഫൈനൽസിൽ ബാക്കി എത്ര റൗണ്ട്സ് നോക്കാം. സോ റൗണ്ട്സ് പ്ലീസ്. ബാക്കിയുള്ള റൗണ്ട്സ് കണ്ടില്ലേ? ഏത് റൗണ്ടാ മോള് ചൂസ് ചെയ്യാനേ? മദേഴ്സ് ചോയ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അമ്മോട് ചോദിക്കാം. ഓക്കെ, അമ്മ പറയൂ. സ്വപ്നം എന്ന ഫിലിമിലെ ജാനകിയമ്മ പാടിയ ശാരിക എന്ന ഫിലിം അല്ല ഒരു പാട്ട്. ഓക്കെ, ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പണ്ടത്തെ സോങ് ആണ്. എന്താണ് ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് ജാനകിയമ്മയുടെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പക്ഷെ അതില് ഒരു 10 പാട്ടുകൾ തന്നെ ഭയങ്കര ഫേവറേറ്റാ. കുറെ ഞാൻ അവളെ പാടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോ ഇത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊരു പാട്ടാ. അത്ര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ നന്നായി പാടണം. അതെ, അപ്പൊ അമ്മയോട് മദേഴ്സ് ചോയ്സിന്റെ ഒരു കാര്യത്തിൽ പറയാം. അമ്മ ഞാൻ അടുത്ത വർഷം വരുമ്പോ ഡ്രസ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഓക്കെ,
അല്ല അത് മദേഴ്സ് ചോയ്സ് ആയിട്ട് പറഞ്ഞു മാത്രം അല്ലേ? തീർച്ചയായും. അത്രേ ഉള്ളൂ. അല്ല പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് കംപ്ലീറ്റ് ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ടൊക്കെ വിടുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അമ്മയുടെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. അപ്പൊ നമുക്കറിയാം ശ്രീലക്ഷ്മി എന്തായാലും ഭയങ്കര കോൺഫിഡന്റ് നന്നായിട്ട് പാടുന്നു പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശാരികേ ശാരികേ മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ആരും കാണാതാ പൂച്ചൂടി ഞാനൊന്നു പാടി. ശാരികേ ശാരികേ അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാധനം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പുതിയൊരു ഐഡിയ എടുക്കാൻ പോവാ. ആ ഐഡിയ എന്ന് വെച്ചാൽ 1 മാർക്കിന് 2 നോട്ട്. 1 മാർക്കിന് 2 നോട്ട്. നമ്മള് ശരിക്കും വായിച്ച സമയം കുറെ കളയും. വന്നാൽ കാര്യം പിടിച്ചോ, എനിക്ക് സമയം കളയേണ്ട അല്ല, ആവശ്യമില്ല. അപ്പോൾ മാറില്ലല്ലേ? നമ്മുടെ ചേച്ചിയുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറിയുടെ ടോൺ തന്നെ ഞാൻ യൂസ് ചെയ്യാൻ പോണേ. ഓക്കെ, റെഡി? റെഡി എല്ലാവരും? കുട്ടികളെ റെഡി? ആ, കറക്റ്റായി പറഞ്ഞേ. റെഡി? എന്നാ പിടിച്ചോ. ഒന്നുകൂടി വായിച്ചുതരാം. എത്ര? 17 അല്ലേ? 8.5. 25.5. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ ഇനി അടുത്ത പെർഫോമൻസിനല്ലേ? അതെ, പോയിക്കോളൂ. എന്താ പോത്തെ? വെയിറ്റ് ചെയ്യൂ. എന്തെങ്കിലും പതുക്കെ പോണേ. വെയിറ്റ് ചെയ്യൂ. നമുക്കൊരു കാര്യം ചെയ്യാൻ എന്തായാലും. മദേഴ്സ് ചോയ്സ് അല്ലേ? ഒരാളോട് ചോദിക്കണ്ടേ? നമ്മുടെ അമ്മയുടെ അടുത്ത്. അമ്മ ഹാപ്പിയാണെന്ന് അറിയണ്ടേ? അത് ശരി. യെസ്, അമ്മ പറയൂ. ഇല്ല, നന്നായി പാടി. എന്നാലും റിഹേഴ്സലിന് കുറച്ച് അസുഖമുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു ഇന്ന് അത്ര നല്ല പെർഫോമൻസ് കൊടുക്കാൻ പറ്റിയില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ നന്നായി ചെയ്തിരുന്നു. ശരി, ഓക്കെ. ഈ പാട്ട് എന്താണ്? അവിടെ എന്തെങ്കിലും ലവ് സ്റ്റോറി ഉണ്ടോ ഈ പാട്ടിന്? എന്താ അരുതാത്ത് ചോദിച്ച പോലെ ഇല്ലാന്നൊക്കെ എന്ത് ഇങ്ങനെ? കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇതേപോലെ വീണ്ടും വന്ന് നല്ല നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതെ അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. കണ്ണ് പൂട്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേട്ടായിരുന്നെങ്കിൽ വാവ്. കാരണം പാട്ട് മാത്രം കേട്ടാൽ മതിയല്ലോ. ഇപ്പം എന്താ വെച്ചാൽ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു. നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. ഈ പാട്ട് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ഞാന് ഇത് ചെറുപ്പത്തിലേ ചെറുപ്പത്തിലേട്ടോ. 16, 18, 2 വർഷം. അതെ. Welcome back to Superstar Junior. So quarter final stage അടുത്ത contestant സോണിക. സോണിക, ഹായ്. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണല്ലോ. അല്ല, ഡ്രസ് ഭയങ്കര വെറൈറ്റി ആണ്. ഇനി ഒറ്റ കാര്യം അറിയണം, എന്താണ് ഇതിന്റെ പേര്? എനിക്കറിയില്ല. അറിയില്ല?
അറിയില്ല? അങ്ങനെയൊന്നുമില്ല. അല്ല, സാധാരണ നമ്മളിപ്പോ ചുരിദാർ, സാരി, അങ്ങനെ പല പല പേര് പറയില്ലേ? അതിലൊന്നും ഉൾപ്പെടാത്ത ഒരു പേരാണ്, അല്ല ഒരു സംഭവമാണ്. അപ്പൊ ഇതാരാ സെലക്ട് ചെയ്തത്? ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന്, അച്ഛൻ, അമ്മ, ചേച്ചി, എല്ലാരും കൂടി ചേർന്നാണ് ഡ്രസ് സെലക്ട് ചെയ്തത്. സഖി മാം ആണ് പക്ഷെ പറഞ്ഞത്. ആണോ? ഫൈനൽ ഡിസിഷൻ സഖി മാം അവിടെയാണ്. അപ്പൊ നമ്മുടെ ഡ്രസ്സും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്. സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ ആണ്, സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പൊ സഖിക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഒരുപാട് ഓടി നടന്ന് നമുക്ക് വേണ്ടി എന്താ പറയാ, നല്ല നല്ല ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യലും നല്ല ആക്സസറീസ് ഒക്കെ എനിക്ക് തരും. ആക്സസറീസ് തന്ന് അഞ്ചിലൊക്കെ സത്യം പറഞ്ഞ ഇങ്ങനെ കാണാൻ കൊള്ളുന്ന തന്നെ ബിക്കോസ് ഓഫ് മേക്കപ്പും ബിക്കോസ് ഓഫ് ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇനിയൊന്നും പറയരുത്, കൂടുതൽ പറയരുത്. ഓക്കെ ഓക്കെ സോണിക, അപ്പൊ പാട്ടും ഇതേപോലെ എല്ലാവരും കൂടി ചേർന്ന് സെലക്ട് ചെയ്യണോ? ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൗണ്ട് സെലക്ട് ചെയ്യാം. അതെ, സോ നമുക്ക് നോക്കാം ബാക്കിയുള്ള റൗണ്ട്സ് ഫോർ സോണിക. ബാക്കിയുള്ള റൗണ്ട്സ് ഒക്കെ കണ്ടല്ലോ. ഏത് റൗണ്ടാ മോൾ എടുത്തിരിക്കണേ? പെർഫോമൻസ് റൗണ്ട്. പെർഫോമൻസ് റൗണ്ട്. സാധാരണ ഈ പേര് പോലും ഇടാത്ത പുതിയ ഡ്രസ് ഒക്കെ. ഓക്കേ, സോ ഏത് സോങ്ങാ? ഏ മേരാ ദിൽ. ആഹാ, ഏ മേരാ ദിൽ. ഏത് നമ്മുടെ ഹിന്ദി ഡോൺ അല്ലേ? അതെ. പഴയതാണോ പുതിയതോ? പുതിയത്. ഷാരൂഖ് ഖാൻ മൂവിയിലെ ഷാരൂഖ് ഖാൻ, കരീന കപൂറിന്റെ ഏ മേരാ ദിൽ അല്ലേ? അത് ശങ്കർ ഹസൻലൈന്റെ മ്യൂസിക്കിൽ ആരാ പാടിയത്? സുനിധി ചൗഹാൻ. ഓക്കേ, അപ്പൊ പിന്നെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ക്വാർട്ടർ ഫൈനൽ സ്റ്റേജ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. दिल यार का दीवाना 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 प्यार का परवाना आता है मुझको प्यार में छल जाना मुश्किल है प्यार तेरा बच के जाना ये मेरा दिल यार का दीवाना ये मेरा दिल यार का दीवाना दिल वो चाहिज से उसे पाए प्यार वो यार के जो नाम पे है मिट जाए दिल वो चाहिज से उसे पाए प्यार वो यार के जो नाम पे है मिट जाए रन्ना ये मेरा दिल यार का दीवाना
मुझे ये रुमा है, पल पल एक हलचल, दिल में एक तूफान है, आने को है वो मंजिल जिसका मुझे ये रुमा है, भूलना ना तुझे दिल का ये टकराना। ये मेरा दिल यार का दीवाना, दीवाना दीवाना प्यार का परवाना, आता है मुझको प्यार में चल जाना, मुश्किल है प्यारे तेरा बच के जाना। ये मेरा दिल यार का दीवाना, ये मेरा दिल यार का दीवाना। കണ്ണ് പൂട്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേട്ടായിരുന്നെങ്കിൽ വാവ്, കാരണം പാട്ട് മാത്രം കേട്ടാൽ മതിയല്ലോ. ഇപ്പം എന്താ വെച്ചാൽ വെരി ലവ്ലി സോങ്. അതെ, അപ്പൊ എന്തായാലും ഇറ്റ്സ് എ വെരി 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 ലവ്ലി സോങ്. അപ്പൊ എന്തായാലും മോൻ ചെറിയ എവിടേക്ക് കൺഫ്യൂഷൻ ഉണ്ട്, കൺഫ്യൂഷൻ ഞങ്ങൾ ഇപ്പം മാറ്റി തരാം. എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. അതൊന്നും ഉറക്കെ പറയൂ. അച്ഛമ്മയ്ക്ക് ഡെലിഗേഷൻ. ഡെലിഗേഷനോ? ഡെഡിക്കേഷൻ. അവിടെ നോക്കിയിട്ട് അച്ഛമ്മയെ നോക്കി ഡെഡിക്കേഷൻ പറയൂ. ഡെഡിക്കേഷൻ ഈ പാട്ട് പറയണം. ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് അച്ഛമ്മയ്ക്ക്. ഞാൻ ഈ പാട്ട് അച്ഛമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അച്ഛമ്മയ്ക്ക് ആയതുകൊണ്ട് ഒരു ഉമ്മയും കൂടി കൊടുത്തോളൂ. അപ്പൊ അച്ഛമ്മയുടെ എല്ലാ പ്രാർത്ഥനയും മോൻ എന്തായാലും. ഈ പാട്ട് അമ്മമ്മയാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പൊ അമ്മമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്തോളൂ. ഡെഡിക്കേഷൻ വേണ്ട, രണ്ടാൾക്കാണ്. ഓക്കെ അഞ്ജലി, മൊത്തത്തിൽ എവിടേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിയാ. ഓക്കെ, ഇപ്പൊ ശരിയാക്കിരാം, എല്ലാം ഇപ്പൊ ശരിയാക്കിരാം. ഓക്കെ, അതൊക്കെ മായ്ച്ചോളൂ. പാട്ട് മാത്രം. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരും. അപ്പോഴേക്കും പാട്ട് മാത്രമായിരിക്കണം മനസ്സിൽ. ഓക്കെ, ഡെലിക്കേഷൻ അല്ല ഡെഡിക്കേഷൻ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കുട്ടി ബ്രേക്ക്. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു, നിൻചിരിയാൽ ഞാൻ ഉണർന്നു. ഈ പാട്ട് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ചെറുപ്പത്തിലേട്ടോ. 16, 18, 2 വർഷം. Welcome back to Superstar Junior. So tribute to legend round. രാഘവൻ മാസ്റ്ററിന് ട്രിബ്യൂട്ട് കൊടുത്തുകൊണ്ട് ശ്രീനന്ദ് നീലമല പൂങ്കുയിലേ എന്ന പാട്ട് ഞാൻ വരുന്നു. സൂപ്പർ. All the best. അപ്പോൾ all the best.
വന്നിടുക നീ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി മാരിമുകിൽ തേന്മാവിന്റെ മലരണിയും കൊമ്പത്ത് മലരണിയും കൊമ്പത്ത് മാരിമുകിൽ തേന്മാവിന്റെ മലരണിയും കൊമ്പത്ത് മലരണിയും കൊമ്പത്ത് ആടാനും പാടാനും പൊന്നോ ഞാൻ കെട്ടി ഞാൻ പൊന്നോ വന്നിടുക നീ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നു നിൻചിരിയാൽ ഞാൻ ഉണർന്നു നിന്നഴകാൽ ഞാൻ മയങ്ങി എന്ത് രസമായിരുന്നു പാടാണ്. ഭയങ്കര ക്യൂട്ടായിരുന്നു ആ നിൽപ്പും പാട്ടും. As usual. അതെ, എനിക്ക് എപ്പോഴും തോന്നാറില്ലേ ശ്രീനാഥിന് ഈ പാവം മൈക്ക് മാത്രമാണ് പ്രശ്നം, ബുദ്ധിമുട്ട്. മൈക്കിന്റെ വെയിറ്റ് ആണ് എപ്പോഴും കുറച്ച് പിടിക്കണതാണ് ഭയങ്കര രസമാണ്. അതെ, ബാക്കി എല്ലാം ഓക്കെയാണ് അല്ലേ? ശരി, അപ്പൊ നമുക്ക് കമന്റ്സ് നോക്കാം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സുജാത ചേച്ചി. കണ്ണു എങ്ങനെയുണ്ട്? എല്ലാരും എന്ത് പറയണു മോനെ കാണുമ്പോ? സൂപ്പർ സ്റ്റാർ ജൂനിയറിൽ കാണാറുണ്ട്, അവിടെ നല്ലോണം പാടുണ്ടെന്ന് പറയാറുണ്ടോ? പറയാറുണ്ടോ? ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയണേ? ടീച്ചേഴ്സ് നന്നായി പാടണം. അപ്പൊ ഈ പാട്ട് എത്ര ദിവസം എടുത്തു പഠിക്കാൻ? ഞാന് ഇത് ചെറുപ്പത്തിലെ ചെറുപ്പത്തിലേട്ടോ. ഒരു 5-15 വർഷം മുമ്പ് അല്ലേ? സോറി, ഞാൻ അറിഞ്ഞില്ല. വലുതായ കാര്യം. 6 വയസ്സ് തൊട്ടേ പഠിച്ചതാണ്. നിനക്കിപ്പോ എത്ര വയസ്സായി? എത്ര വയസ്സായി? 8. ആ, ശരി. 2 വർഷം മുമ്പ്. അതായത് അന്ന് പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ നട്ടെ? നീലമല പൂങ്കുയിലേ. പൂങ്കുയിലേ. എന്റെ ദൈവമേ, മോൻ പാടിയത് നല്ല ക്യൂട്ടായിരുന്നു. അവർ പറഞ്ഞ പോലെ ക്യൂട്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിലും ഇപ്പം നമ്മൾ ക്വാർട്ടർ ഫൈനൽസ് എത്തി. അതിൽ മോൻ കുറച്ചും കൂടെ നല്ലോണം പാടണം. ഇതിൽ കുറേ സ്ഥലങ്ങൾ ചരണത്തിൽ മോളിൻ്റെ ഹൈ പിച്ച് പോയപ്പോഴൊന്നും അത്ര ശരിയായില്ല. വോയിസിന് വല്ല സ്ട്രെയിൻ ഉണ്ടോ? ചുമ എങ്ങനെ ഉണ്ടോ? എന്തുണ്ട്? കുറച്ച് ദിവസം മുമ്പ് പനിയായിരുന്നു. അയ്യോ, ഇത്ര 8 വയസ്സുള്ള വാവയ്ക്ക് പനി വന്ന എങ്ങനെയാ പാടുക? അത് സാരമില്ല, അപ്പോൾ നമുക്ക് വിട്ട് കളയാം. ഈ കൂടുതലൊന്നും ഞാൻ പറയണില്ല. മോന് ഇനിയും നല്ലോണം പാടുന്ന എനിക്കറിയാം കേട്ടോ. വിജയ് ചേട്ടാ, ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തേ? അമ്മ. അമ്മയ്ക്ക് നമുക്ക് നല്ലൊരു പിച്ച് വെച്ച് കൊടുത്താലാ? അമ്മ നല്ല പാട്ടുകളൊക്കെയാണല്ലോ സെലക്ട് ചെയ്യുന്നത്. അമ്മ വിചാരിച്ചിട്ട് 6 വയസ്സ് മുതൽ കേൾക്കുന്ന പാട്ടായതുകൊണ്ട് അതുകൊണ്ട് അതെ അല്ലേ? അല്ല, വേറൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഇവന് അവൻ്റെ ആ ഒരു ക്യൂട്ട്നെസ് കൊണ്ട് മാത്രമാണ് നമുക്ക് കേട്ടിരിക്കാൻ. പക്ഷെ അവന് ഭയങ്കര കഷ്ടമാണ് അത്. എന്താണ് ആ ഒരു ഒന്നാമതൊരു ഫോക്ക് സ്റ്റൈലും ഒക്കെ ഉള്ള ഒരു പാട്ടാണത്. ഐ തിങ്ക് എന്തോ റേഞ്ചൊക്കെ ഐ തിങ്ക് കുറച്ച് ഹൈ ആണെന്ന് തോന്നുന്നത്. സോ
സോ ഐ തിങ്ക് സ്കെയില് മാറ്റിയാലും അവന് താഴേക്ക് പോകാനും പാടാണ്. കുളിക്കാനൊരു പൂഞ്ചോല കുടിക്കാനൊരു തേൻചോല ഒരുക്കി നിന്നെ കൂട്ടാൻ വന്നു ഓണക്കുയിലേ. ശ്രീനന്ദ് വലിയൊരു പാറക്കല്ലുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് പാടാൻ വേണ്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടം എവിടെ നിർട്ടെ നീലമല പൂങ്കുയിലേ സോനിക എന്തോ നല്ല അടിപൊളി പെർഫോമൻസ്. അതെ, ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു. ചെറിയ ഡാൻസുകളൊക്കെ എത്ര ചമ്മലുണ്ടോ? അതെ, തിരി ഇത്രയൊക്കെ പേടിയോ? ശ്രമമൊക്കെ ഉണ്ടായിരുന്നു. എന്തിനാ പേടി? ക്വാർട്ടർ ഫൈനൽസ് ആയില്ലേ? അതിനെന്തിനാ പേടിക്കണേ? അപ്പോഴല്ലേ ഡാൻസ് തകർക്കണ്ടേ? അതെ, നമ്മള് ഡാൻസ് കുഴപ്പമില്ല, മോള് എന്തായാലും ഡാൻസ് കളിച്ചോ, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാട്ടിനെ കുറിച്ച് നമുക്ക് വിജയ് ചേട്ടാ. സോനിക സർ, എന്ത് തോന്നുന്നു സോണിക്കയുടെ പെർഫോമൻസിനെ പറ്റി? പറയൂ, കേക്കട്ടെ. കുറച്ചും കൂടെ നന്നാവായിരുന്നു. എങ്ങനെ നന്നാവായിരുന്നു? പാട്ടിലും പെർഫോമൻസ്. അപ്പോൾ എന്താ നന്നാകാത്ത? പാട്ടിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്ക് പെർഫോമൻസ് സൈഡ് എന്ന് പറയാൻ അങ്ങനത്തെ ഒരു പാട്ട് എടുത്തതുകൊണ്ട് ഡാൻസേഴ്സൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ട് എന്തിനാ ഇങ്ങനെ എത്രയും മടി പിടിച്ചതെന്ന്? അല്ല, തൊണ്ട ഡ്രൈ ആയിരുന്നു. അപ്പം ഡാൻസും കൂടെ കളിച്ചാൽ ഇത്രയും കൂടെ ഡ്രൈ ആയാലോ എന്ന് പേടിച്ച. തൊണ്ട ഡാൻസ് കൂടെയും കളിച്ചാൽ കുറച്ചുകൂടി ഡ്രൈ ആവുമോ? ആയിരിക്കുമല്ലേ. പക്ഷേ ഓക്കെ, ഫൈൻ. അത് സിംഗിങ്ങിന് വേണ്ടി എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി യു ഡിഡ്ന്റ് ഡു ഫൈൻ. പക്ഷേ കുറച്ചുകൂടെയും യുവർ ബോഡി ലാംഗ്വേജ് ഭയങ്കര തണുത്തിരുന്ന പോലെ ഇരുന്നു. ലൈക്ക് ഈ ഫിനിഷിങ്, പാട്ടിൻ്റെ ഫിനിഷിങ്ങും ഇങ്ങനെ താങ്ക് യു, ഇങ്ങനെ ഒരു എനർജി വേണ്ടേ അല്ലേ? ശരിയല്ലേ? ഐ മീൻ അത് മാത്രം മിസ്സിങ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഓക്കെ, യു ഡോണ്ട് നീഡ് ടു ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പാട്ടിൽ തന്നെ യുനോ യുവർ ബോഡി ക്യാൻ സ്റ്റിൽ ഗെറ്റ് ദാറ്റ് റിതം ആൻഡ് ആ ഒരു, അപ്പോൾ ആ പാട്ടിൻ്റെ ആ വോയിസിൽ തന്നെ ഒരു എനർജിയും വരും കുറച്ചുകൂടെ. യുവർ വോയിസ് വാസ് ഫൈൻ, നന്നായിട്ട് പാടി, ശരിക്കും നന്നായിട്ട് തന്നെ പാടി, അത് പറയണം. ബട്ട് യുവർ വോയിസ് വാസ് ഫൈൻ ആൻഡ് യുവർ സിംഗിങ് വാസ് ഫൈൻ. ഞാൻ അതിനെപ്പറ്റിയല്ല പറയണേ. വെൻ യു സെലക്ട് എ സോങ് ലൈക്ക് ദിസ്, ഈ പാട്ടിൽ വോയിസിന് കാണിക്കാൻ പറ്റുന്ന സംഭവമായിട്ടൊന്നും വലുതായിട്ടൊന്നും ഇല്ല ഇതിൽ. ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സ്ട്രെയിറ്റ് ആ ആറ്റിറ്റ്യൂഡും ആ ഫീൽ യുനോ ആൻഡ് ദാറ്റ് പഞ്ച്, അതൊക്കെ. പക്ഷെ അതല്ലാണ്ട് ദെൻ ഇഫ് യു വാണ്ടഡ് ടു മേക്ക് എൻ ഇമ്പാക്റ്റ് ഇവിടെ സ്റ്റേജിൽ, യു ഹാവ് ടു ഗിവ് ദാറ്റ് എനർജി. ഒരു സർട്ടൻ ഒരു ഉംഫ് വേണം. ഓക്കെ, ആ ഒരു ഉംഫ് ഇന്നില്ലായിരുന്നു, ഒരു ഡള്ളായിരുന്നു. സോ അത് യു ഹാവ് ടു മേക്ക് ഷുവർ. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നമുക്ക് you don't have many chances അങ്ങനെ എല്ലാവർക്കും. So you have to be careful about that. Okay, all the best. Thank you. സോനിക പാട്ട് നല്ലോണം പാടി സോനിക. പക്ഷേ ബിജു പറഞ്ഞ പോലെ അത് നമുക്ക് എങ്ങനെയാണ് ഉംഫ് തന്നെയാണ് വാക്ക്. നിങ്ങൾ പോയി തേടി നോക്കുക എന്താണെന്ന് ഉംഫ്. അതെ, അത് പക്ഷേ ആവശ്യമാണ്. അത് കുറച്ചും കൂടെ ആവശ്യമുണ്ടായിരുന്നു. ഇതിന്റെ പഴയ ഒറിജിനൽ വേർഷൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, ആഷാജി പാടിയിട്ടുണ്ട് ഒരു വേർഷൻ. അത് ഭയങ്കര രസമാണ്. മോൾ നല്ലോണം പാടി. പക്ഷെ ഇതുപോലെ കുറച്ചും കൂടെ വിശക്കുന്നുണ്ടോന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഒരു എനർജി ആവായിരുന്നു. സാധാരണ അന്നും ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ കുറച്ചും കൂടെ ആവായിരുന്നു. അന്ന് ഇത് ഒരു നില, അതിൻ്റെ ഒരു അത് വേണമായിരുന്നു ഈ പാട്ടിന്. കാരണം വേറെ ഒന്നുമില്ല, ഇത് സിമ്പിൾ ഒന്നുമില്ല പാടാൻ. അപ്പോൾ അതും കൂടെ കാണിച്ചിരുന്നെങ്കിൽ സോണിക്ക് ഞങ്ങൾ ആഹാഹാ എന്ന് പറയണേ. ഇപ്പം അത് കിട്ടൂല, അത്രേ ഉള്ളൂ. ഇനിയും അടുത്തത് തൊട്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു ഇത് തൊട്ട് നമ്മൾ എല്ലാവരും അവരവരുടെ ബെസ്റ്റ് കൊണ്ടുവന്നാലേ ഇനി നടക്കുള്ളൂ. കാരണം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അടുത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സെലക്ഷൻ ഓഫ് സോങ്സ് വളരെ കൃത്യമായിരിക്കണം, പാടുന്നത് കൃത്യമായിരിക്കണം. കാരണം ഇനി ഞങ്ങൾക്ക് സാരമില്ല മോളെ, നെക്സ്റ്റ് ടൈം എന്ന് പറയാൻ ഞങ്ങൾക്കും അവസരമില്ല. സോ പാടുന്നത് എന്ത് അതിന് മാർക്ക് വീഴും. അങ്ങനെ നമ്മൾ എത്താറായില്ലേ, ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ ഫിനാലേക്ക്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നല്ലോണം ബെസ്റ്റ് തരാൻ നോക്കുക അവിടെ. സോണിക ഇതുപോലെ തന്നെ നന്നായി പാടി കേട്ടോ. ഞാൻ ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ ജസ്റ്റ് ആ ഇൻഹിബിഷൻ അങ്ങോട്ട് കളയുക. ഇപ്പോൾ കണ്ണ് പൂട്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് കേട്ടായിരുന്നെങ്കിൽ വാവ്, കാരണം പാട്ട് മാത്രം കേട്ടാൽ മതിയല്ലോ. ഇപ്പം എന്താ വെച്ചാൽ
ആ ഡാൻസുകാരും അവർ ആണെങ്കിൽ സ്വർണത്തിൽ കുളിച്ച് നിൽക്കണ മാതിരിയായിരുന്നു, മുടിയടക്കം. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു മൊത്തം ഒരു ഡിസ്കോ മൂഡാണ് എല്ലാത്തിലും. ഒരു 80s ആ വിൻറ്റേജ് ആ ഒരു കളറിൽ നിൽക്കുമ്പോൾ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകൾ വരിക എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും എന്നും എന്ന് പറയുന്നത് ആ ഇൻഹിബിഷൻ കളഞ്ഞിട്ട് പാടലാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ്. അത് നിസ്സാരമായിട്ട് സോണിയയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വലിയ അതിന് പ്രാക്ടീസൊന്നും വേണ്ട. ആ ചമ്മൽ മാറ്റിക്കഴിഞ്ഞാൽ യു ആർ സൂപ്പർ ഗുഡ് വിത്ത് ദ സോങ്. ഓക്കെ. അല്ലാത്ത പക്ഷം എല്ലാ ഭാഗങ്ങളും പാടേണ്ട കാര്യം പെർഫെക്റ്റ് പാട്ടിന് വേണ്ടിയിട്ട് പേടിച്ചിട്ട് കുറേ യു ആർ അനങ്ങാണ്ട് നിന്നു, അത് ഗുഡ്. അല്ലെങ്കിൽ ചിലപ്പോൾ മരിച്ചു കിടന്ന് ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കും ചിലരൊക്കെ അങ്ങനെയാണ്. പക്ഷെ എന്നാലും പിടിച്ച് കയറും. പക്ഷെ ആൾക്കാർക്ക് നമുക്കെപ്പോഴും കേൾക്കുമ്പോൾ ആ പാട്ടിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതാണ് വിജയചേട്ടനും നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കേട്ടോ. അത് ഉദ്ദേശിച്ചത് അതാണ്, അല്ലാതെ ശരിയായില്ല എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഇങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ ഇനി പിന്നെ നിങ്ങളുടെ റൗണ്ടുകൾ വരുമ്പോൾ ഇങ്ങനത്തെ അഥവാ ഇങ്ങനെ കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള പാട്ടുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം ഭയങ്കരമായി പാടാനൊന്നുമില്ല അതിൽ, ഭയങ്കരമായിട്ടൊരു വാവ് എന്നുള്ള സംഭവത്തിനൊന്നുമില്ല. ആ പാട്ടിനെ ത്രസ്റ്റ് തെറിപ്പിക്കുക എന്നുള്ള മാത്രം ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ. അത് യു ടേക്ക് ഔട്ട് ദിസ് ഇൻഹിബിഷൻ. ആ ചമ്മൽ മാറ്റി കഴിയുമ്പോൾ മാറും. ഇത്ര നാൾ പാടിയില്ല, ഇനി എന്തിനാ ചമ്മല്? അല്ലാത്ത പക്ഷം യു ഡിഡ് എ ഗുഡ് സോങ്. ഓക്കെ, താങ്ക് യു. സോ മച്ച്. അപ്പോൾ നമുക്ക് മാർക്കിലേക്ക് കിടക്കാം. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. And now Stephen ചേട്ടാ. അപ്പോൾ റെഡിയാണോ? കുട്ടികളെ റെഡിയല്ലേ? റെഡിയല്ലേ? അതെ. കുട്ടികളെ റെഡിയല്ലേ, നിങ്ങൾ റെഡിയാണോ? അല്ല അങ്ങനെയല്ല, അവരാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ റെഡിയാണോ? ഒരു മാർക്കിന് 2 നോട്ട്. റെഡിയല്ലേ? കറക്റ്റ്. 8.5. അതന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. അതന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഞാൻ തക്കത്തക്കയുടെ യൂസ് ചെയ്ത് 5. ഓക്കെ, 5 എത്ര? 15. അത് കഴിഞ്ഞ 2 എടുക്കും. അപ്പോൾ 5 ആണ്. തക്കത്തക്കിട്ട 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 തത്ത. ഓക്കെ. 70 divided by 2, 8.5. ഓക്കെ, സൂപ്പർ. 25.5. ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതുപോലെ പെർഫോമൻസുമായിട്ട് വീണ്ടും വരാം. അടിപൊളി പെർഫോമൻസുമായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു ചേട്ടാ. സോ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീനാഥ്. അഞ്ജലി, കണ്ടില്ലേ ശ്രീനന്ദിന്റെ എനർജി കണ്ടില്ലേ? അതെ, ഓടിച്ചാടി കുരുകെട്ട് ചിരിച്ച്. അപ്പൊ ഇന്ന് എന്തായാലും ശ്രീനന്ദിന്റെ മുഖത്ത് ഒരു ഗുണമുണ്ട്, എന്താ ടെൻഷൻ ഉണ്ടെങ്കിൽ ശ്രീനന്ദ് ചിരിക്കേയില്ല. അപ്പൊ ഇന്ന് ടെൻഷൻ ഇല്ല എന്നുള്ളത് ഒരു മറ്റേ തെളിവാണ്. ഇന്ന് ചിരിയും കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് ഏതൊക്കെ റൗണ്ട് നോക്കാം. ഓക്കെ, റൗണ്ട് പ്ലീസ്. കണ്ടില്ലേ? ഏത് റൗണ്ടാ? ട്രിബ്യൂട്ട് ലെജൻഡ്. ട്രിബ്യൂട്ട് ലെജൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ അത് പറയുമ്പോൾ. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പറയൂ, കേക്കട്ടെ എല്ലാവരും. ട്രിബ്യൂട്ട് ലെജൻഡ്. ഞാൻ ഇല്ല, എന്തിനത്ര നാണിക്കണം? ട്രിബ്യൂട്ട് ലെജൻഡ്. ഓക്കേ, ട്രിബ്യൂട്ട് ലെജൻഡ്. ഓക്കേ, നീ പറയൂ, ആരാണ് ലെജൻഡ്? രാഘവൻ മാസ്റ്റർ പറയാൻ എത്ര പേടി? അവിടെ നോക്കി ഉറക്കെ പറയൂ, രാഘവൻ മാസ്റ്ററിന് പറയൂ. രാഘവൻ മാസ്റ്റർ. ഓക്കെ, രാഘവൻ മാസ്റ്ററിന്റെ ഏത് പാട്ടാണ്? നീലമല പൊങ്കു.